Praise the Lord. Praise the Lord. ധന്യവും പരിശുദ്ധമായ ദൈവത്തിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അവസാന രാത്രിയിലേക്ക് കടന്നു വരുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇനിയും കുറച്ച് നേരം കൂടെ നമുക്കുള്ളൂ. പക്ഷേ ഇന്ന് ഈ രാത്രി പ്രാപിക്കേണ്ടത് നമ്മൾ ഇവിടെ നിന്ന് പ്രാപിച്ചേ പോകാവൂ. അമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് ദൈവം തൊടുമെന്ന്? അമേൻ. പണ്ട് ഞാനും ഇതുപോലെ നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ ക്യാമ്പിനൊക്കെ വന്ന് ഇരിക്കുകയും ദൈവത്തെ ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും അഭിഷേകമൊക്കെ പ്രാപിപ്പാനും ഒക്കെ ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ദൈവകൃപയാൽ ഞാനിന്ന് ഇവിടെ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നു. എനിക്കൊരു ചെറിയ കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ടൈം സ്പെൻഡ് ചെയ്യുന്നതൊന്നും വ്യർത്ഥമല്ല. ദൈവം നമ്മളെക്കുറിച്ചൊരു പർപ്പസ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നമ്മൾ പ്രാപിച്ചിരിക്കുന്ന നിശ്ചയം. അമേൻ. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അമേൻ. തുടർന്ന് നമുക്ക് അടുത്ത സെക്ഷന് മുമ്പായി പ്രാർത്ഥനയോടെ ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത്രത്തോളം ദൈവമേ ക്യാമ്പിനെ അവിടെ നിന്ന് അനുഗ്രഹിച്ചല്ലോ കർത്താവേ. ദൈവമേ ഈ അവസാന രാത്രിത്തോളം കർത്താവെ കൂട്ടിക്കൊണ്ട് വന്നല്ലോ കർത്താവേ. ദൈവമേ തുടർന്ന് ദൈവമേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. ഞങ്ങളുടെ ഹൃദയങ്ങളോട് അവിടെ നിന്ന് ഇടപെടുമാറാകണമേ കർത്താവേ. ദൈവമേ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തുടർന്നും ദൈവമേ നല്ല വചനങ്ങളെ ദൈവമേ അവിടെ നിന്ന് നൽകുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. സൂക്ഷിക്കാൻ കടന്നു വന്നിരിക്കുന്ന ദൈവദാസനെ അവിടെ നിന്ന് ശക്തിയോടെ ഉപയോഗിക്കുമാറാകണമേ കർത്താവേ. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് നമുക്ക് വേഗത്തിൽ നമ്മുടെ റിസോഴ്സ് പേഴ്സണായിരിക്കുന്ന പാസ്റ്റർ ബിജു ജേക്കബ് അങ്കിളിനെ ഓർത്ത് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകാൽ നേരത്തെ ജോബിൻ പാസ്റ്റർ പറഞ്ഞ പോലെ കൊച്ചി നഗരത്തിലെ മെട്രോ ചർച്ച് ഓഫ് ഗോഡ് എന്ന ദൈവസഭയിലെ സീനിയർ പാസ്റ്ററും അതുപോലെ തന്നെ ICPF മുൻ സ്റ്റാഫ് വർക്കറും അതുപോലെ ഈ കാലഘട്ടത്തിൽ യൗവനക്കാരുടെ ഇടയിൽ അവരുടേതായ എല്ലാ വിഷയങ്ങളെ പറ്റിയും നല്ല അറിവോടും അവരെ കൗൺസിൽ ചെയ്ത് ഒരു വഴിയിലേക്ക്, നല്ലൊരു ഭാവിയിലേക്ക് എത്തിക്കുവാനും ദൈവം കർത്താവ് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രിയ പാസ്റ്റർ ബിജു ജേക്കബ് അങ്കിളിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കരങ്ങളെ തട്ടി ഒരു നിമിഷം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ സൈഡ് മാത്രം പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മാത്രം ഒന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് യൗവനക്കാരുടെ ഇടയിൽ നിൽക്കുന്നത് ഒത്തിരി സന്തോഷമാണ്. PMG ക്യാമ്പിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. നേരത്തെ ആ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആ എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായത്തിലേക്ക് എൻ്റെ ശ്രദ്ധ ഇങ്ങനെ ഓടി. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. പ്രവാചകനോട് ദൈവാത്മാവ് പറയുകയാണ്, താഴ്വരയിലേക്ക് പോവുക. അവിടെ ഇങ്ങനെ ചുറ്റി നടക്കാൻ പറഞ്ഞു. ചുറ്റി നടന്നപ്പോൾ എന്തോ കണ്ടേ? അസ്ഥികൾ നിറഞ്ഞ താഴ്വര, ഏറ്റവും ഉണങ്ങി ഡ്രൈ ബോണായിട്ട് കിടക്കുക. ഈ അസ്ഥി ജീവിക്കുമോ എന്നൊരു ചോദ്യം. മറുപടി എന്തുവാ? ജീവിക്കുമെന്നും പറയുന്നില്ല, ജീവിക്കുന്നില്ലെന്ന് പറയുന്ന ദൈവം നീ അറിയുന്നു. അവനോട് പറഞ്ഞു, ഇതിനെ നോക്കി പ്രവചിക്കുക, ഡ്രൈ ബോൺസിനെ നോക്കി പ്രവചിക്കുക. ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ താൻ റെഡിയായി. ആ ഡ്രൈ ബോൺസിന് ത്വക്കില്ല, അതിന് ഞരമ്പില്ല, പക്ഷേ അത് വരാൻ തുടങ്ങി. എന്നാലും ജീവൻ വന്നില്ല. അതിന് ശ്വാസം അത് ഊതാൻ പറഞ്ഞു, കാറ്റടിച്ചു, ജീവനുള്ളതായി ഒരു സൈന്യമായിട്ട് എഴുന്നേറ്റു. ഈ PMG ക്യാമ്പിൻ്റെ അകത്തൊരു സൈന്യം എഴുന്നേൽക്കണം. എത്ര വിശ്വസിക്കുന്നത് അത് നടക്കുമെന്നുള്ളത്? ഒരു സൈന്യം എഴുന്നേൽക്കണം. ഞാൻ ആ മോള് പാടിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയത്, കർത്താവേ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇതുപോലെ ആയിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നു. കത്തുന്നൊരു തലമുറ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കണം. പരിശുദ്ധാത്മാഭിഷേകത്തോടെ എഴുന്നേൽക്കുന്ന ഒരു തലമുറയെ കാണാൻ കൊതിക്കുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഒരു നിമിഷം കൂടെ ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ട്. ഹല്ലേലൂയ. കർത്താവേ, ഈ ക്യാമ്പിൻ്റെ അകത്തൊരു ഡ്രൈ ബോണായിട്ടാണ് ഞാൻ വന്നതെങ്കിൽ കർത്താവ് ഒരു സൈന്യമായിട്ട് എഴുന്നേൽക്കുവാൻ കർത്താവിനെ ശക്തീകരിക്കുമാറാകണമേ. ജുഡാര ഹസ്തരാധന ശിഖന എരികൾ കമന രഗതനക ശംധരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പല സ്ഥലത്തും ചിതറിക്കിടന്നതാ, മാറിക്കിടന്നതാ. എന്നാൽ ആ വാക്ക്, പ്രവചനത്തിൻ്റെ ആ വാക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തിയുടെ വാക്ക്, ദൈവ ശബ്ദം അവിടെ മുഴങ്ങിയപ്പോൾ അതിന് ജീവനുള്ളതായി തീർന്നു. ഇന്ന് രാത്രി ചിലതൊക്കെ ജീവനുള്ളതായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആർക്കും വേണ്ടാത്തതായിരിക്കാം, പുറംപറമ്പിൽ എറിഞ്ഞു കളഞ്ഞതായിരിക്കാം, ഹല്ലേലൂയ, സ്തോത്രം, ചവിട്ടി ഇല്ലാതാക്കിയതാ, ഇനി സാധ്യതയില്ലെന്ന് പറഞ്ഞതാ. എന്നാൽ അതിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പകരുമ്പോൾ അത് ജീവനുള്ളതായി തീരുകയാണ്. അവൻ കേവലം എഴുന്നേറ്റ് നിൽക്കുകയല്ല, ഒരു സൈന്യമായിട്ട് ശത്രുവിന് നേരെ ആഞ്ഞെടുക്കുന്നൊരു സൈന്യമായി എഴുന്നേൽക്കുക. ഇന്ന് രാത്രി PMG ഗ്രൂപ്പിനകത്തുള്ള ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന തലമുറകളുടെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ. പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ, ദൈവാഭിഷക്തന്മാർ എഴുന്നേൽക്കട്ടെ, സുവിശേഷകർ എഴുന്നേൽക്കട്ടെ, ശക്തരായ തലമുറകൾ എഴുന്നേൽക്കട്ടെ. കാലഘട്ടത്തിന്റെ ശബ്ദമായി ഇതിൻ്റെ അകത്ത് എഴുന്നേൽക്കുവാൻ കർത്താവെ, ആർക്കും വേണ്ടാതെ വണ്ണം തകർത്തെറിഞ്ഞ ചിലതിനെ, കുടുംബം പോലും ഉപേക്ഷിച്ച ചിലതിനെ ഇന്ന് രാത്രി ദൈവാത്മാ തൊടുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്തതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മറ്റു ഒത്തിരി കാര്യങ്ങളുടെ മനസ്സിൽ കയറിയിട്ട് വന്നതെങ്കിലും എനിക്ക് പെട്ടെന്ന് ആ ഒരു വേറെ ചിന്തകളിലേക്കാണ് ദൈവാത്മാവ് നയിക്കുന്നത്. സ്തോത്രം, ഡിസിപ്ലിൻ എന്നുള്ള ആ ഒരു പോയിന്റിൽ ഞാൻ ചെന്നെത്തും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 34 ക്യാമറയുടെ കഥ പറഞ്ഞു അല്ലേ? നോക്കുക, മനുഷ്യൻ നിർമ്മിച്ച 34 ക്യാമറ, അതിനെ പേടിച്ച് നിങ്ങൾ ഇതിനകത്ത് നിൽക്കുമ്പോൾ അതിനപ്പുറമായിട്ട് നിൽക്കുന്ന സർവശക്തൻ്റെ ഒരു കണ്ണുണ്ട്. ഇരുട്ട് മുറികൾക്കകത്ത്, വലിയ കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ അകത്ത് അതിൻ്റെ തുളച്ചു ചെല്ലുന്നൊരു കണ്ണുണ്ട്. ആ യേശുവിൻ്റെ കണ്ണ് നിങ്ങളെ കാണുന്നു എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പാപത്തിൻ്റെ വഴിയെ പോകത്തില്ല. പറയും, കർത്താവേ, എനിക്ക് ഈ സ്ഥലം വിട്ടു പോകാൻ തോന്നുന്നില്ല, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രാപിക്കാതെ ഞാൻ മടങ്ങിപ്പോകത്തില്ല. ടാലന്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കാം, ക്യാമ്പ് ഫയറുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അതിൻ്റെ അപ്പുറമായി ഇതിൻ്റെ അകത്ത് പ്രാപിച്ചുകൊണ്ട് പോകുന്ന ഒന്നുണ്ട്. ആർക്കും നഷ്ടപ്പെടുത്താൻ, ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത ഒന്നകത്ത് കയറിയാൽ പിന്നെ നിങ്ങളായിരിക്കത്തില്ല മടങ്ങിപ്പോകുന്നത്. നിങ്ങളുടെ മേൽ പകർന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ കുടുംബം മാത്രമല്ല, നിങ്ങൾ പോയി നിൽക്കുന്ന ദേശത്തതിൻ്റെ വ്യാപാരം. എത്ര സന്തോഷമായിരിക്കും അല്ലേ? സ്കൂളിൻ്റെ അകത്തൊരു ഉണർവ്, കോളേജിനകത്തൊരു ഉണർവ്, നടന്നു പോകുന്ന സ്ഥലത്തൊരു ഉണർവ്. നടക്കുമോ? സ്തോത്രം. പ്രിയ മോളുടെ ആ പ്രായത്തിൽ ഞാൻ ഒരാളുടെ മുമ്പിൽ നിൽക്കത്തില്ലായിരുന്നു. ആരെങ്കിലും വീട്ടിൽ വന്നാൽ പോലും മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കാനുള്ള ഒരു ചിന്തയില്ലാതെ മാറി നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നു. പക്ഷെ ഉള്ളിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു, കർത്താവേ, ഒരാഴ്ച തന്നാൽ കർത്താവിന് വേണ്ടി നിൽക്കണം. പൂർണ്ണസമയം കർത്താവിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ പലതും കൊണ്ടും വേണ്ട, എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആയി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം, ഇത്ര മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. എന്നാൽ വിവാഹത്തിന് ശേഷം ഞങ്ങൾക്ക് കുടുംബമായിട്ട് ബൈബിൾ കോളേജിൽ പോകാൻ ദൈവാവസരം നൽകി. രണ്ടുപേരും ഒരുമിച്ച് ഇന്ത്യ ബൈബിൾ കോളേജിൽ പഠിച്ചു. 7 വർഷം കൊല്ലത്ത് വർക്ക് ചെയ്തു, 4 വർഷം ഹൈദരാബാദിൽ വർക്ക് ചെയ്തു. ഇന്ത്യയുടെ ഏകദേശം 15 സ്റ്റേറ്റിൽ യാത്ര ചെയ്യാനിടയായി. ഇപ്പോൾ പ്രാർത്ഥനയുണ്ട്, കർത്താവ് എവിടെയെങ്കിലും പോയാൽ വലിയ പ്രസംഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒരാളോട് സംസാരിക്കാൻ, ഒരു കുടുംബത്തിന് പ്രയോജനം ചെയ്യാൻ ഇടയായാൽ അത് മതി. എത്ര സന്തോഷമുണ്ടെന്നറിയോ? ജോൺ പാസ് കഴിഞ്ഞ ദിവസം വന്ന്, ഞാൻ കഴിഞ്ഞ ദിവസം 2 മാസം US പോയി. തിരിച്ചതും പാസ് ചോദിച്ച്, ഒത്തിരി മീറ്റിംഗ് ഉണ്ടോ, പോയായിരുന്നോ? ഞാൻ പാസ്, എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒത്തിരി ഒന്നും വേണമെന്നില്ല, ഒരു യാത്രയ്ക്കകത്ത് ഒരാൾക്ക് വേണ്ടിയായിരിക്കാം. ലുദിയയുടെ മാനസാന്തരത്തിന് വേണ്ടി യൂറോപ്പിലേക്ക് കടന്നുപോയ പൗലോസ് ആദ്യത്തെ വിശ്വാസിയ. സ്തോത്രം. ഭൂഖണ്ഡങ്ങളെ അഴിച്ചു പണിയുവാൻ ആത്മാഭിഷേകമുള്ള ചിലതിനെ ഒന്നിനു വേണ്ടി തേടിപ്പോകുന്നൊരു കർത്താവ്, നഷ്ടപ്പെട്ട ഒന്നിനെ തേടിപ്പോകുന്ന കർത്താവ്. ഈ ക്യാമ്പിൽ എത്ര ലക്ഷം മുടക്കിയാലും ഒരാൾക്ക് വേണ്ടിയാണെങ്കിൽ ഈ ക്യാമ്പ് വിജയിച്ചു. ഇന്ന് രാത്രി പറ, അത് ഞാനായിത്തീരട്ടെ, അത് ഞാനായിത്തീരട്ടെ കർത്താവേ, എന്നെ ആ ഒരു പുത്തൻ കൃപയാൽ നിറയ്ക്കുവാൻ ഇടയാകണമെന്നൊരു പ്രാർത്ഥന നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഞാൻ വേഗത്തിൽ ഒരു വചനത്തിൻ്റെ ശുശ്രൂഷ എന്നുള്ള നിലയിൽ ഈ ഒരു പ്രസംഗമൊക്കെ നിങ്ങൾ സാധാരണ ചർച്ചകളിലൊക്കെ കേൾക്കുന്ന പ്രസംഗത്തിലേക്കൊന്നും പോകുന്നില്ല. നേരത്തെ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി ഭാഗമായിട്ട് പറഞ്ഞ് നിർത്താനും കൂടിയാണ് ആഗ്രഹിക്കുന്നത്. കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്ന് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് ഒരു ഡിസിപ്ലിനെ കുറിച്ച് പറഞ്ഞ് എൻ്റെ ചെയ്യും. കൃത്യം 8:15 എൻ്റെ ചെയ്യും. ഓക്കെ. കാരണം നമുക്ക് സാധാരണ ഒത്തിരി ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ട്. എന്നാൽ ഒരു ചോദ്യങ്ങൾ ചോദിച്ചാൽ ഈ ഒരു പ്രായത്തിൽ ഒത്തിരി ചോദ്യങ്ങളും സംശയങ്ങളുണ്ട്. അതിന് ആൻസർ ചെയ്യാൻ ക്യാമ്പുകൾക്കേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അകത്തേക്ക് പോകുന്നത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തെ കുറേ പേര് ചോദിച്ചാൽ കൂടെ ഒരുമിച്ച് ഞാൻ പറയാം. അഡിക്ഷനുമായിട്ടുള്ള ബന്ധത്തിലുള്ള ആദ്യത്തെ ചോദ്യമാണ്, ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ മീഡിയ അഡിക്ഷൻ
അതിലകപ്പെട്ടു എന്ന് എപ്പോൾ അറിയാൻ പറ്റും? രണ്ടാമത്തെ ചോദ്യം, എങ്ങനെ മീഡിയ അല്ലെങ്കിൽ ഫോൺ അഡിക്ഷനിൽ പുറത്തു വരാം? ഇന്ന് യൗവനക്കാരുടെ ഇടയിൽ ഏറ്റവും വലിയൊരു ചോദ്യമാണ്, പ്രശ്നമാണ് അഡിക്ഷൻ എന്നുള്ളത്. ഇനി ഫോണോ മീഡിയ മാത്രമല്ല, ഫുഡ് അഡിക്ഷൻ ആവാം അല്ലേ? ഫുഡിൻ്റെ അഡിക്ഷൻ ഉണ്ട്, ഡ്രസ്സുണ്ട്, ഫ്രണ്ട്സുണ്ട്, ഒത്തിരി മേഖലകളുണ്ട്. അഡിക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്ന് വിട്ടുമാറുക. നമുക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കുന്ന ഭാഷയിൽ പറയാം, മദ്യവും മയക്കുമരുന്ന്, അതാണല്ലോ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അഡിക്ഷൻ. ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാൾ അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്ന് പറയാമോ? എന്തോ ബിഹേവിയർ ചേഞ്ചസിലൂടെ മനസ്സിലാക്കി എന്തോ പ്രശ്നമുണ്ട് അല്ലേ? അത് തന്നെയാണ് എല്ലാ കാര്യത്തിൻ്റെ അകത്തും. ഒരു ബിഹേവിയറൽ ചേഞ്ചസ് സംഭവിക്കും. ആ ഒരു കാര്യം കിട്ടുന്നത് വരെ നമ്മൾ ചിലപ്പോൾ പറയും, മദ്യപിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യും? കൈ വിറയ്ക്കും ആ സമയത്ത് കുടിച്ചില്ലെങ്കിൽ. തൊട്ട് മുമ്പ് DPM ഒരു ക്യാമ്പിൽ എറണാകുളത്ത് നടന്ന ഏകദേശം 250 പേർക്ക് മുകളിലുണ്ടായിരുന്നു, 300 പേര്. ആ ക്യാമ്പിൻ്റെ അകത്ത് ഇതുപോലെ ഫോണിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് പറഞ്ഞു, ഫോൺ എല്ലാവരും പുറകെ തരണം, ഞങ്ങൾ കുറേ പേർ തന്നു, കുറേ പേർ തരാൻ പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ അതിൻ്റെ ഹാൾ കൂടെ നടന്നു പോകുമ്പോൾ ഒരു മോൻ്റെ ചെവിക്കകത്ത് ഐപോഡൊക്കെ വെച്ചിട്ടുണ്ട്. നീ ഇത് ക്യാമ്പിൻ്റെ അകത്ത് ഉപയോഗിക്കരുതെന്നല്ലേ പറഞ്ഞേ? ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ തരാമോ? തരത്തില്ല. ഞാൻ ഫോണിൽ തരാമോ? അപ്പോൾ ഞാനത് ശരിക്കും അത് കണ്ടു മനസ്സിലാക്കിയത്, ഒരു കുഞ്ഞിനെ ഒരു അമ്മയിൽ നിന്ന് പറിച്ചോണ്ട് പോകുന്ന പോലെ. ഞാൻ പറയാം, വേറെ എന്ത് വേണേ ചോദിച്ചോ, ഇത് മാത്രം എന്നോട് ചോദിക്കരുത്. ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നെങ്കിലും അന്നാണ് ഇത്രത്തോളം ആഴത്തിലുള്ള ഈ അഡിക്ഷൻ മനസ്സിലാക്കിയത്. അത് മാത്രം ചോദിക്കരുത്. ഞാൻ അരമണിക്കൂർ സംസാരിച്ച് എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ വേറെ ഭാഷയോട് പറഞ്ഞു, പക്ഷേ കുറച്ച് നേരം അവനോട് സംസാരിക്കും. അദ്ദേഹം ഒരു 3/4 മണിക്കൂർ സംസാരിച്ചിട്ട് പറഞ്ഞു, നമുക്ക് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളുണ്ടല്ലോ, ഒരു കുഞ്ഞിനെ പിടിച്ച് പറിക്കുമ്പം ഉണ്ടാകുന്നൊരു ബഹളമുണ്ടല്ലോ. പക്ഷെ അന്ന് ടാരി മീറ്റിങ്ങിൻ്റെ അകത്തേക്ക് അവൻ പോയി നിന്നു. വലിയ താല്പര്യമില്ല, പക്ഷെ അവിടെ കർത്താവിൻ്റെ ദാസൻ ദൈവത്തിനൊക്കെ സംസാരിച്ച് ശുശ്രൂഷിച്ച് അഭിഷേകത്തിൻ്റെ ആ ഒരു തലത്തിലേക്ക് വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പം ഇവൻ അഭിഷേകം പ്രാപിച്ചു. പാപത്തെ ഏറ്റു പറഞ്ഞ് അഭിഷേകം പ്രാപിച്ചു. അഭിഷേകം പ്രാപിച്ചിട്ട് ആദ്യം ചെയ്തെന്താ അറിയുമോ? ഓടിക്കൊണ്ടുവന്ന് എൻ്റെ പാസ് കൊടുത്ത്, എനിക്കിനി ഈ ഫോൺ വേണ്ട. എന്നോട് വന്ന് പറഞ്ഞു, പാസ് ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ മാറ്റി. ക്യാമ്പ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ സ്നാനപ്പെട്ടു. പിന്നെ അവൻ മെസ്സേജ് അയക്കുമായിരുന്നു. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നതിലപ്പുറം മക്കളെ, അവൻ്റെ ഒരു ആയുസ് മുഴുവൻ കളഞ്ഞ ചെറിയ പ്രായം, 12-13 വയസ്സേ, 12ാം ക്ലാസ് പഠിക്കുന്ന ഒരു പ്രായമാണ്. പക്ഷെ അവനെ തകർത്ത് തരിപ്പണമാക്കി ഗെയിമിൻ്റെ അഡിക്ഷൻ. അവനോട് ചോദിച്ചാൽ, എന്തുവാ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് ഞാൻ ബിസിനസ് ചെയ്യുക. എന്താ ബിസിനസ്? വീടൊക്കെ വിൽക്കുക. ഇതാ ഈ ഓൺലൈനിൻ്റെ അകത്ത് വീട്, നമ്മൾ പറയുന്ന ഈ വീടൊന്നുമല്ല, വിർച്വൽ വീടുകൾ. എന്ത് ചെയ്യുക? അതിന് എത്ര രൂപ കിട്ടും? അത് 500 രൂപ കിട്ടും. ഇതിൻ്റെ ബിസിനസ്സൊക്കെ ചെയ്ത് ഇതൊക്കെ തലയ്ക്ക് പിടിച്ചിരിക്കുക. ഇതൊക്കെ പറയുമ്പം ആരെങ്കിലും ഇതുപോലുള്ള കാര്യത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ ലാഭമല്ല, നിങ്ങളെ കൊല്ലുവാൻ, നിങ്ങളെ നശിപ്പിക്കുവാൻ പിശാച് ശ്രമിക്കുന്ന ശ്രമമാണ്. അതിൻ്റെ അകത്തുനിന്ന് പുറത്തു വരണം. ഒന്ന് തിരിച്ചറിയുക, ബിഹേവിയറൽ ചേഞ്ചസ്. നിങ്ങളുടെ പേരൻസിനോട് സംസാരിക്കാൻ തോന്നത്തില്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ തോന്നത്തില്ല, പഠിത്തത്തിൽ ഏകാഗ്രത കിട്ടത്തില്ല, ആത്മീയ കാര്യത്തിന് അശ്രദ്ധയായിരിക്കും, ചർച്ചിൻ്റെ അകത്ത് ഒരു തരത്തിൽ നിങ്ങൾ ഇരിക്കത്തില്ല. ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പറയും, ഭയങ്കര ബോറാ, ഭയങ്കര പ്രശ്നമാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ അർത്ഥം നിങ്ങൾ വേറെ എന്തൊക്കെയോ അഡിക്ഷൻ്റെ അകത്ത് ഉള്ളവരാണ്. അതിനോട് ബൈ പറയുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. പ്രശ്നം ഉണ്ടെങ്കിലല്ലേ മാറ്റാൻ പറ്റുള്ളൂ. നമ്മൾ ഗെയിം കളിക്കുന്ന പിള്ളേരോട് ചോദിക്കും, മോനെ ഗെയിം കളിക്കാം. അങ്ങനൊന്നും കളിക്കാറില്ല, മാറ്റാൻ പറ്റത്തില്ല. ഇനി കളിക്കാറുണ്ട്, അഡിക്ഷൻ. അങ്ങനെ അഡിക്ഷനൊന്നുമില്ല, മാറ്റാൻ പറ്റുമോ? ആദ്യം തിരിച്ചറിയണം. ഇത് ഇപ്പം ഇന്ന് വന്നിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ വന്നാൽ എനിക്ക് ഫോൺ ചാർജ് ചെയ്യാൻ ഒരാളെ കൊടുത്തിട്ട് ഇപ്പോഴാണ് കൊണ്ട് തന്നെ, രാവിലെ കൊടുത്തിട്ട്, ക്ലാസ് കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് ഇപ്പോഴാണ് കൊണ്ട് തന്നെ. ഇത് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നെങ്കിൽ എന്താ ശരിക്ക് ഇതിൻ്റെ അകത്ത്? ഓക്കെ മക്കളെ, ഒറ്റ വാക്കിൽ പറഞ്ഞ ആ ഭാഗം നിർത്താം. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെയുള്ള അഡിക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്യാമ്പിൽ വെച്ച് തീരുമാനം എടുക്കുക, എൻ്റെ യേശുവിനേക്കാൾ വലുതല്ല കർത്താവ് തന്ന നന്മകളൊന്നും. എനിക്ക് തന്നത് ദൈവമാണെങ്കിൽ ദൈവം തന്ന നന്മ അല്ല വലുത്, ദാതാവാണ് വലുത് എന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിന് പറഞ്ഞ, കർത്താവേ എന്തുപകരണം കിട്ടിയാലും എനിക്ക് അവൻ നന്നായിട്ട് ഉപയോഗിക്കാൻ കൃപ തരണം. അതുകൊണ്ട് ഫോണൊക്കെ കിട്ടിയാലും ശരിക്കൊന്ന് പ്രാർത്ഥിച്ചോണം. മോനെ സംസാരിക്കല്ലേ, മക്കളെ സംസാരിക്കരുത്. ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദൈവദാസൻ മറ്റൊരാൾക്ക് ഒരു കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് കൊടുക്കുക.
അപ്പം അദ്ദേഹം മറ്റേ ആളോട് എക്സ്പ്ലെയിൻ ചെയ്യുക, ഒരു ഹൈദരാബാദിൽ ഒരു കമ്പനിയുടെ നല്ല ചീഫ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, നല്ല ഏകദേശം എനിക്ക് തോന്നുന്നു 1,00,000 ഒന്നോ അതിന് മുകളിലോ സാലറി എല്ലാ മാസവും കിട്ടുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, ഈ കമ്പ്യൂട്ടർ ഞാൻ ഇതിന് വിളിക്കുന്ന പേര് വിശുദ്ധ കമ്പ്യൂട്ടർ എന്നാണ്. കാരണം ഇതിൻ്റെ അകത്ത് ദൈവഹിതമല്ലാത്ത ഒരൊറ്റ കാര്യം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ഇതാ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. എന്നോട് പറഞ്ഞില്ല, വേറെ ആൾ നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എത്ര പേർക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ വെച്ച് പറയാൻ കഴിയും ഇതൊരു വിശുദ്ധ ഫോണാണ്, എൻ്റെ യേശുവിന് ഇഷ്ടമില്ലാത്തത്. പപ്പായോ മമ്മയോ വരുമ്പം പെട്ടെന്ന് മാറ്റി അടുത്തേക്ക്, പണ്ടൊക്കെ ചാനലായിരുന്നു ഇല്ലേ, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചാനൽ മാറ്റും. അതിൻ്റെ കാലം കഴിഞ്ഞു. ഫോണിൻ്റെ അകത്ത് മോനെ ഇതെങ്ങനെയാടാ, അത് നമുക്ക് തന്നെ, നമ്മൾ തന്നെ അതിനെ ലോക്കൊക്കെ ഇട്ട്, ഫേസ്ബുക്കിനൊരു ലോക്ക്, വാട്സപ്പിനൊരു ലോക്ക്, മൊത്തത്തിൽ ലോക്ക്. അപ്പോഴും അമ്മയെ തിരിച്ചാൽ മറിച്ചാൽ നോക്കിയാൽ അവരുടെ ഫോണിൽ ലോക്ക് ചെയ്ത് വെച്ച്. ഇതൊക്കെ മാറ്റി എൻ്റെ ഫോൺ എൻ്റെ പിള്ളേർക്കും എല്ലാവർക്കും അറിയാം. എവിടെ വേണമെന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ ഓൺ ചെയ്യാം. ഇവൻ ചർച്ചക്കാർക്ക് പോലും അറിയാം എങ്ങനെ തുറക്കുന്നത്. ഞാൻ പറഞ്ഞത് നമ്മുടെ സീക്രട്ട് എല്ലാം പറഞ്ഞു നടക്കണമെന്നല്ല, പക്ഷേ അതൊക്കെ ഒരു പ്രൈവസി ഓവറായി കഴിയുമ്പോൾ അപകടം എന്തുവാ, അതിൻ്റെ അകത്ത് നടക്കുന്നത് മറ്റാരും അറിയിക്കാതെ ജീവിക്കാനുള്ള എല്ലാ ടെൻഡൻസിയും ഉണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ ക്യാമ്പിൻ്റെ അകത്ത് നിങ്ങൾ അതിൻ്റെ അകത്ത് പുറത്തു വരാൻ ഇടയായിത്തീരണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ചോദ്യം ഒരുമിച്ച് ആദ്യം വായിച്ചിട്ട് ഒറ്റ ആൻസറിൽ നിർത്താം. മറ്റൊരു മതത്തിലെ പെൺകുട്ടി വിവാഹം കഴിക്കാമോ? ആത്മാർത്ഥമായ പ്രണയം തെറ്റാണോ? അത് രണ്ടുപേർ ചോദിച്ചു. അതുപോലെ ക്രിസ്തുവിൽ ഒരു നല്ല ജീവിത പങ്കാളി എങ്ങനെ തിരഞ്ഞെടുക്കാം? ലവ് മാരേജിനെ പറ്റി ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ഈ ചോദ്യം നിങ്ങൾ ചിരിക്കുന്നെങ്കിലും ഈ പ്രായത്തിലുള്ളവരുടെ ചോദ്യങ്ങൾ തന്നെയാണ്. അത് റിയലാ. ചോദിച്ച ആൾക്കാർ മാത്രമല്ല, മറ്റുള്ളവരുടെയും കൂടെ ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വിവാഹം കഴിക്കണമെങ്കിൽ സ്നേഹം ഉണ്ടാവണം, വേണ്ടേ? കാണുമ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോയി കഴിക്കുമോ? കല്യാണം കഴിക്കുമോ? ഇല്ല, കഴിക്കുമ്പോൾ സ്നേഹം ഉണ്ടായിരിക്കണം. പക്ഷെ ഈ പ്രത്യേകിച്ച് ഇത് എംഫസൈസ് ചെയ്യുന്നത് ഏത് പ്രായത്തിലുള്ള പ്രശ്നമെന്നറിയാമോ? കൗമാര പ്രായത്തിലെ ഈ ആകർഷണമാണ്. ഞാൻ ഈ കുറച്ച് ദിവസം മുമ്പ് സംസാരിച്ച ഒരു കുട്ടി, അവൾ വിവാഹത്തിന് മുമ്പ് എന്നോട് വന്നു, രണ്ടുപേരും കൊണ്ടുവന്ന് സംസാരിച്ചു. 9ാം ക്ലാസ്സിലെങ്ങാണ്ട് തുടങ്ങിയതാണ്. പ്രായമായി, നല്ലൊരു പ്രായം, 18-21 വയസ്സിന് ശേഷമാണ് വിവാഹം നടക്കുന്നത്. വിവാഹം നടക്കാൻ പോകുന്നതിന് മുമ്പ് എന്നോട് പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ചെറുക്കനെ കൊണ്ടുവന്ന് കാണിക്കാം. അവന് നിരീശ്വരവാദിയാണ്, ഇവള് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ട പെൺകുട്ടിയാണ്. ഞാൻ അവളോട് പറഞ്ഞു, മോളെ ഇത് ദൈവഹിതമല്ല, നടക്കത്തില്ല, ചെയ്യരുത്. അവൾ പറഞ്ഞു, കഴിഞ്ഞ 4 ഇത്ര വർഷമായിട്ട് സ്നേഹിക്കുന്ന അപ്പനും അമ്മയ്ക്കും പോലും മാറ്റാൻ പറ്റുന്നില്ല. പറഞ്ഞെല്ലാം കഴിഞ്ഞ് ഈ ഒരു വിവാഹത്തിന് അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അത്രയേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞു, നമ്മളാരും പോയില്ല, പങ്കെടുത്തില്ല, എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച എനിക്ക് തോന്നുന്നു 2 മാസം 3 മാസം കണ്ടായി വന്നു. ഇവക്കിപ്പോൾ ആത്മഹത്യ ചെയ്താൽ മതി. ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങൾ പറഞ്ഞതാ? പറഞ്ഞു, പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യമില്ല. എന്നാൽ എല്ലാം വിശദമായി പറഞ്ഞു. വീട്ടിൽ ചെല്ലുമ്പം പ്രശ്നം, അവരുടെ വീട്ടുകാർ മറ്റൊരു ബാക്ക്ഗ്രൗണ്ടില്ല, ഇവക്ക് പ്രാർത്ഥിക്കാൻ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങോട്ട് വിടത്തില്ല ഇങ്ങോട്ട് വിടത്തില്ല, അവസാനം തകർച്ച. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, മോൾ എന്നോട് പറഞ്ഞതല്ലേ. പക്ഷെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയ എല്ലാ കാര്യങ്ങളും. അഡ്വാൻസായിട്ട് പറയുക, അപകടത്തിൽ പെടുന്നതിന് മുമ്പ് ചിലതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കാം. ഒരു കത്തിയൊക്കെ മൂർച്ചയുണ്ടോ ഇല്ലയോ, ഇത് മൂർച്ച എത്ര വലുതെന്നൊക്കെ നോക്കാൻ ചില ആൾക്കാർ പരീക്ഷണം ചെയ്യും. ചൂട് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് തീക്കകത്ത് വെക്കും. കൈകൊള്ളുവെന്നേ ഉള്ളൂ. പക്ഷേ ഈ കുടുംബം അതിൻ്റെ അകത്ത് വീണിട്ട് പിന്നെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഈസിയല്ല. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൻ്റെ അകത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവഹിതം അന്വേഷിക്കുക. കർത്താവിൻ്റെ ഹിതമല്ലാത്തൊരു ബന്ധത്തിൽ പോകരുത്. ജീവിതം തകർന്ന് തരിപ്പണമായി പോകും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല, അപകടത്തിലാണ് നിൽക്കുന്നത്. ഇങ്ങനൊരു ബന്ധത്തിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇത്രയും ചിന്തിച്ചാൽ മതി, കർത്താവ് നിങ്ങളുടെ കൂടെ വന്ന് നല്ലതാണെന്ന് പറയുകയോ ഇല്ലയോ. ഈ ഒരു ബന്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക്, പപ്പാ ഞാൻ എൻ്റെ ഒരു ലൈനുണ്ട്, ഞാൻ സംസാരിക്കാൻ പോവാം, അപ്പം ഇങ്ങോട്ട് വരുന്നോ എന്നാലും പറയൂ. പസങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കണം, ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുമോ? അതൊക്കെ പാസ്സൊക്കെ വരാൻ കണ്ട സമയം, വേറെ വല്ല സമയത്ത് വരാൻ വയ്യായിരുന്നു.
നമ്മൾ ഒളിച്ചൊളിച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് തെറ്റാന്ന്. വേറെ ആരും പറയണോ? അറിയാം ഇതിൻ്റെ അകത്ത് എന്തോ ഒരു തെറ്റുണ്ട്. ചിലർ പറയും അത്ര തെറ്റൊന്നും അല്ല, പിന്നെ എങ്ങനെയാ ഇത്? പ്രാർത്ഥിച്ച് അന്നുവരെ പ്രാർത്ഥിക്കാത്തൊരു പ്രാർത്ഥനയാണ് ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യം പേരൻസ് നമുക്ക് വേണ്ടി നൽകി തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലതിനെ നൽകി തരാൻ വിശ്വസ്തനാണ്. നമ്മൾ തപ്പിക്കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ കർത്താവ് ഇത് നഷ്ടപ്പെട്ടു പോലെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ആവശ്യമുണ്ടോ? ഇത് ചെയ്താലുള്ള അപകടം പറയാം. നിങ്ങളെ പഠിത്ത ഉഴപ്പും. നേരത്തെ പറഞ്ഞ സ്വഭാവദൂഷ്യങ്ങൾ ഉണ്ടാകാം. ജസ്റ്റ് ഒരു സംസാരത്തിൽ ഒതുങ്ങത്തില്ല. റിലേഷൻ, ശാരീരിക ബന്ധങ്ങളിലേക്ക് പോകാം. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ പേരുദോഷം ഉണ്ടാകാം. ഒരു നല്ലൊരു ശതമാനം അവസാനം വിവാഹം കഴിക്കാതെ പൊട്ടിത്തെറിയിൽ അവസാനിപ്പിക്കുന്നു. വിവാഹം കഴിച്ചില്ല, ഇനിയും മറ്റൊരു വിവാഹത്തിന് പോയാൽ ജീവിതകാലം മുഴുവൻ ഇതൊരു ഗിൽറ്റായിട്ട് കിടന്ന് പ്രശ്നമുണ്ടാകും. ഞാൻ അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങളൊരു കാര്യം അറിയണം. നിങ്ങൾ കല്യാണം കഴിച്ചു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, വിവാഹശേഷം മക്കളുണ്ടായി, അവരും പഠിച്ചു, 12ാം ക്ലാസ്സിലായി, ഡിഗ്രി കഴിഞ്ഞു. ഇതേ പ്രശ്നത്തിലൂടെ പോകുമ്പോൾ പേരൻസ് പറയും മോനെ പഠിക്കല്ലേ, ചെയ്യല്ലേ, അപകടമാ. തിരിച്ച് മറുപടി എന്തായിരിക്കും? ഞങ്ങൾക്കറിയാം മമ്മി ആ 12ാം ക്ലാസ്സിൽ പോയപ്പോഴേ അങ്ങനെ ആയിരുന്നല്ലോ ഇങ്ങനെ സംഭവിച്ചത്. തിരിച്ചെന്തെങ്കിലും പറയാൻ പറ്റുമോ? നമ്മുടെ ഒരു ജീവിതം വാക്കല്ല, പ്രവൃത്തി, ലൈഫ് കണ്ട് മറ്റുള്ളവരെന്ത് ചെയ്യണം? അവർ പറയണം പ്രാർത്ഥിക്കുന്ന മമ്മി, പ്രാർത്ഥിക്കുന്ന പപ്പ എൻ്റെ ജീവിതത്തിൽ അത്ര അവർ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തവരാണ് എന്ന് പറയാൻ നിങ്ങൾക്കിടയായാൽ അതിനുവേണ്ടി വില കൊടുക്കണമെങ്കിൽ ഒരായുസ് മുഴുവൻ വില കൊടുക്കണം. ചെറിയ പ്രായം മുതൽ ചിന്തകൾ വരും. നമ്മളെ പുറകെ ആൾക്കാർ ഐ ലവ് യു പറഞ്ഞു വരാം, പ്രേരണകളുണ്ടാവാം. പക്ഷെ നോ പറയേണ്ടിടത്ത് നോ പറയാൻ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഒരു ഗേൾ ഫ്രണ്ട് ഇല്ല, ബോയ് ഫ്രണ്ട് ഇല്ല എന്ന് പറയുന്നത് നാണക്കേടൊന്നുമല്ല. അങ്ങനെ ടീച്ചേഴ്സ് പോലും ചിലപ്പോൾ പറയും, എടാ നിനക്ക് ആരുമില്ലേ, ഒറ്റയ്ക്കേ ഉള്ളോ? ചോദിക്കുന്നവർ കാണും, ഉത്സാഹിപ്പിക്കുന്നവർ കാണും, പക്ഷെ ഇവരാരും കാണത്തില്ല ജീവിതത്തിൽ. നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും. ഞാൻ പറയാം, കഴിഞ്ഞ 17 വർഷമായി യൂത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുക. 100 കണക്കിന് തകർന്ന കുടുംബങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ചെറിയ പ്രായത്തിൽ സംഭവിച്ചവർ, ഒന്നുമില്ലാതായി, പേരൻസിൽ നിന്നും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഒരു ബന്ധവും ഇല്ലാതാകെ തകർന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ഒറ്റ ആയുസേ ഉള്ളൂ, അത് മനോഹരമായിരിക്കണം. മോൾ ഇവിടെ നിന്ന് പാടി അവളുടെ ജീവിതകാലം മുഴുവൻ അങ്ങനെ പാടട്ടെ, എത്ര സന്തോഷമായിരിക്കും. അവരുടെ പേരൻസ് എന്ത് സന്തോഷമായിരിക്കും. പുറകിൽ നിന്നിങ്ങനെ അവർ വരികയാണ്, അവർ അറിഞ്ഞ് സന്തോഷത്തോടെ പറയും, കർത്താവേ എനിക്കിങ്ങനെ തലമുറയെ തന്നതിനായി സ്തോത്രം. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ദൈവത്തിൻ്റെ ശബ്ദമാക്കി എൻ്റെ തലമുറയെ തീർക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിനി വലിയ വലിയ കാര്യമായില്ലെങ്കിൽ ഒരാൾ പാട്ടായിരിക്കാം, ഒരാൾ പ്രസംഗമായിരിക്കാം, ഒരാൾ പ്രാർത്ഥനയായിരിക്കാം, സുശീലവേല, മറ്റ് പല കാര്യങ്ങളായിരിക്കാം. നിങ്ങളെക്കുറിച്ച് ഈ ലോകത്തിലെ മാതാപിതാക്കൾക്ക് ഇത്രയും വലിയ സ്വപ്നമുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ അപ്പന് വലിയൊരു സ്വപ്നമുണ്ട്. ഈ ഭൂമിയിലേക്ക് ഞാൻ വിട്ടു, ചെറുവക്കലിലേക്ക് വന്നു, തിരുവനന്തപുരത്തേക്ക് വന്നു, എറണാകുളത്തേക്ക് വന്നു. ഈ കുഞ്ഞൊന്ന് വളരണം. ഇത് വളർന്ന് 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 മോശയെ പോലെ, ദാനിയേലിനെ പോലെ, ശമൂവേലിനെ പോലെ അവൻ മാതൃകയുള്ള, അവൻ ശക്തനായ ഒരു വ്യക്തിയായി തീരാൻ ഇടയായിത്തീരണം. ദൈവത്തിന് ആഗ്രഹമുണ്ടോ? ആ ദൈവത്തോട് പറ, കർത്താവേ അങ്ങയുടെ ആഗ്രഹത്തിൽ നിന്ന് തെറ്റിയൊരു യാത്ര ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, വേഗത്തിൽ കുറച്ച് കാര്യം കൂടെ പറഞ്ഞ് ഓക്കെ. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾ ഇന്നത്തെ തീർക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ ആ ഒരു ടോപ്പിക്കിലേക്കൊന്ന് വന്നിട്ട് തിരിച്ചു വരാം. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഡിസിപ്ലിനാണ്. സ്പിരിച്വൽ ഡിസിപ്ലിൻ ഭയങ്കര ആവശ്യമാണ്. സ്പിരിച്വൽ ഡിസിപ്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഒരു വാക്യം ഒന്ന് വായിക്കാമോ? 1 തിമോത്തിയോസ് 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. 1 Timothy chapter 4 verse 8. ആ ആ ഫസ്റ്റ് തിമോത്തി 4:8 തന്നെയാണോ? ട്രെയിൻ യുവർ സെൽഫ് ടു
ഗോഡ്ലി ആ ഒരു ശരീരാഭ്യാസം അല്പപ്രയോജനമത്രേ. തീർച്ചയായിട്ടും ശരീരാഭ്യാസം അല്ലെങ്കിൽ വ്യായാമം അത് പ്രയോജനമുള്ളതാ. എന്നാൽ ദൈവഭക്തിയോ ഈ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നത്, ട്രെയിൻഡ് ആയിട്ട് പോകുന്നത് ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും കൂടെ ഇത് ആവശ്യമാണ്. നമ്മൾ ഡോക്ടേഴ്സിന് അടുത്ത് കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് എന്തായിരിക്കും? നടക്കണം, അല്ലെങ്കിൽ ശരീരത്തെ ഒന്ന് നിങ്ങൾ എക്സസൈസ് ചെയ്യണം. ഇത് ഭൂമിയിലെ ജീവിതത്തിൽ ശരീരത്തിന് വേണ്ടുന്നതാണെങ്കിൽ ആത്മീയ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള വില കൊടുക്കണം. ഞാൻ രാവിലെ ചോദിച്ചുകൊണ്ട് വീണ്ടും ചോദിക്കുന്നില്ല. ബൈബിൾ സത്യത്തിൽ നമുക്ക് ദൈവത്തോട് സംസാരിക്കേണ്ട, അല്ലെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒത്തിരി മാധ്യമങ്ങളുണ്ട്. എങ്ങനെ ദൈവം നമ്മളോട് സംസാരിക്കുന്നേ? ദൈവത്തോട് എങ്ങനെ സംസാരിക്കുക? പ്രാർത്ഥനയിലൂടെ. ദൈവം നമ്മളോട് എങ്ങനെ സംസാരിക്കുക? എങ്ങനെയാ? ദൈവ വചനത്തിലൂടെ. നമ്മുടെ അപ്പനും അമ്മയും നമ്മളോട് ഒരാഴ്ച സംസാരിക്കാതിരുന്നാൽ ഭയങ്കര സന്തോഷമാണോ? ഭയങ്കര അസ്വസ്ഥയായിരിക്കും. അമ്മയോട് സംസാരിക്കുന്നില്ല, അപ്പനോട് സംസാരിക്കുന്നില്ല, അല്ലേ? ഇനി തിരിച്ചോ, അവർ സംസാരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ സംസാരിക്കുന്നില്ലെങ്കിലോ ഏറ്റവും വിഷമം അതായിരിക്കും. നമ്മളെ നിർമ്മിച്ച സർവശക്തനായ ദൈവത്തോട് സംസാരിക്കാൻ മനസ്സില്ലാതെ നമ്മൾ ചർച്ചിലെ മെമ്പറാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്, സ്ഥാനപ്പെട്ട ആളാണെന്ന് ഇരുന്നാൽ കർത്താവിന് വലിയ സന്തോഷമുണ്ടോ? ഇല്ല. ഒന്നാമത്തെ കാര്യം, ഡിസിപ്ലിൻ്റെ അകത്ത് പ്രാർത്ഥന. എവ്രിവൺ, എല്ലാവരും പ്രാർത്ഥന. ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ കൈ പൊക്കാൻ പറ്റുന്നവരൊന്ന് പൊക്കിക്കൂ. 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ഡെയിലി? വെരി ഗുഡ്. 1 മണിക്കൂർ? വെരി ഗുഡ്. അരമണിക്കൂർ? 5 മിനിറ്റ്? ഇനി ചിലർ ഇച്ചിലൂടെ താത്തു വാസേ. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്കൂളിലോട്ട് പോകാൻ നേരത്ത് എന്തെങ്കിലും പ്രശ്നമുള്ള കർത്താവേ എന്നെ സൂക്ഷിക്കണം, അതുപോലും നമുക്ക് പോലും മനസ്സിലാകത്തില്ല. എന്നാ സ്പീഡാണെന്നറിയോ? കളിക്കാൻ പോകുന്നതിനേക്കാൾ സ്പീഡില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ശരിക്കും പ്രാർത്ഥനയൊന്നും മനസ്സിലാക്കി പപ്പായോട് സംസാരിക്കുന്നത്. സത്യത്തിൽ ഒത്തിരി ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. യേശു പപ്പായോടൊക്കെ സംസാരിക്കുന്ന, മമ്മിയോടൊക്കെ കൊഞ്ചി സംസാരിക്കുന്ന പോലെ ഹൃദയം ഒന്ന് തുറക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് യേശു കർത്താവിൻ്റെ സന്നിധി മാത്രമേ ഉള്ളൂ. യേശുവിൻ്റെ പപ്പ, യേശുവേ ഇന്നത്തെ പകലൊക്കെ ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ സംസാരിച്ചു, അതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എനിക്ക് മനസ്സിലാകുന്നില്ല, ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ബോധ്യമാക്കി തരണേ. എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ഞാനൊരു കൺഫ്യൂഷനില്ല, എന്നോട് ഒത്തിരി ആളുകൾ എന്നെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനാണോ? സത്യത്തിൽ പ്രാർത്ഥന ഇങ്ങനെയാണ്. നമ്മൾ വായിക്കുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വരണമേ എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര ഇതിനേക്കാൾ വളരെ സിമ്പിളാക്കി പറയാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. അതുകൊണ്ട് ആദ്യം പറയാം, ഒന്ന്, ഡിസിപ്ലിൻ ലൈഫിലെ ഒന്നാമത്തെ കാര്യം പ്രാർത്ഥനാ ജീവിതം നിങ്ങൾ മറന്നു കളയരുത്. പ്രാർത്ഥിക്കുന്ന ഒരാളെയാണ് ലോകത്തിന് ഭയമുള്ളത്. പ്രസംഗിക്കുന്ന ഒരാളെക്കാൾ പ്രാർത്ഥിക്കുന്ന ഒരാളെയാണ് പിശാചിന് ഭയമുള്ളത്. നിങ്ങളുടെ പരീക്ഷാ പേപ്പർ കൊണ്ടുവെക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത്, കർത്താവേ പരീക്ഷ എഴുതാൻ പോവുക, എൻ്റെ ജ്ഞാനം, എനിക്ക് തന്ന അറിവ് നന്നായിട്ട് ഇതിലേക്ക് പകർത്താൻ ദൈവം കൃപ ചെയ്യണം. ഞാൻ ഒത്തിരി വർഷത്തിന് ശേഷം കൊല്ലം SN കോളേജിൽ പഠിച്ച ഒരു സഹോദരനെ കണ്ടുമുട്ടി. വിജയ് എന്നവൻ്റെ പേര്. അവൻ വിശ്വാസത്തിലേക്ക് വന്ന സമയത്താണ് ഞാൻ കൊല്ലത്തായിരിക്കുന്നത്. നാം പ്രാർത്ഥിച്ചു, പഠിക്കാൻ അവസരം കിട്ടി. പക്ഷേ വലിയ ജ്ഞാനോ ഓർമ്മശക്തിയോ കാര്യങ്ങളോ. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ പരീക്ഷയുടെ അടുത്ത്, അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്നതിന് തൊട്ട് മുമ്പ് അസുഖം വന്നു. പരീക്ഷയ്ക്ക് ചോദിന് പഠിക്കാൻ പറ്റിയില്ല. പക്ഷെ അയാൾ മുട്ടമേ ഇന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് പരീക്ഷ എഴുതാനുള്ള കൃപ തരണം. അവൻ്റെ സാക്ഷ്യത്തിൽ പറഞ്ഞ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം അവനെ കണ്ടപ്പോൾ പറഞ്ഞു. പരീക്ഷ എഴുതിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോവും. രാത്രിയാകുമ്പം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ വരുന്നത് അയാൾ സ്വപ്നത്തിൽ കാണും, പഠിക്കും, എഴുതും, നല്ല വിജയം പ്രാപിച്ചു. അത് വേണേൽ പ്രാർത്ഥിക്കും നിങ്ങൾ. ബാക്കിയൊന്നും ചെയ്തില്ലെങ്കിൽ അത് ദൈവം അതൊന്ന് കാണിച്ചു തരണേ. ആ പരീക്ഷാ പേപ്പർ ഇങ്ങനെ പറന്ന് എൻ്റെ വീട്ടിലോട്ട് വരണേ. അല്ല എഴുതി കഴിയുമ്പം കഥ ഞാൻ ഈ തെറ്റാണെന്ന് എഴുതുന്നെങ്കിൽ ശരിയായിട്ട് വരണേ. അങ്ങനൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു കളയും. അധ്വാനിക്കണം.
കർത്താവ് കൂടെ ഉണ്ട്. പ്രാർത്ഥന നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം എന്താ? പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. പാപിയെ കർത്താവ് സ്നേഹിക്കുന്നു. എല്ലാ വഴക്കം ഉണ്ടാക്കി കട്ട് തിന്ന് അല്ലെങ്കിൽ പോക്കറ്റടിച്ച് കള്ളം ചെയ്ത് എവിടുന്നെങ്കിലും ഫോണൊക്കെ എടുത്ത് ആകെ ചെയ്തിട്ട് കർത്താവെ എന്നെ രക്ഷിക്കണമെന്ന് വെച്ചാൽ ഒരു നമ്മൾ പറയാം ഞാൻ പ്രാർത്ഥിച്ച് കേട്ടില്ലല്ലോ. ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാർത്ഥിക്കുന്ന സമയം ഏതാ? രാത്രി. അതെന്താ? പേടി വരുന്നുണ്ടാകും. പരീക്ഷയുടെ സമയത്തായിരിക്കും പൊതുവെ, അല്ലേ? പരീക്ഷ വരുമ്പോഴത്തേന് ഭയങ്കര ഒരു പേടി. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയാം, നിങ്ങൾക്ക് ഒരു ഡെയിലി റൊട്ടീൻ ഉണ്ടായിരിക്കണം. ആരെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് രാത്രി കഴിക്കുമോ? ഇല്ല. രാവിലെ ഫുഡ് കഴിക്കും, ഉച്ചയ്ക്ക് കഴിക്കും, വൈകിട്ട് കഴിക്കും. ഇത് റൊട്ടീനാണ്. ഇതുപോലെ ഡെയിലി റൊട്ടീൻ നമുക്കുണ്ട്. ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രാവിലെ സമയമാണ് പ്രാർത്ഥിക്കാൻ. ആ സമയം കണ്ടെത്തി അതികാലെ യേശു പോയി പ്രാർത്ഥിച്ചതൊക്കെ രാവിലെയാണ്, അല്ലേ? ഇന്നത്തെ കാലത്ത് ആളുകൾ ഒരു 4 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നവരുണ്ടോ? ഇതിൻ്റെ അകത്ത് ഉണ്ടോ? 5 മണിക്ക്, 6, 7, 8 അതുകൊണ്ട് അധികാലെ ഒന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കി പ്രാർത്ഥിച്ചു വേണം ഒരു ദിവസം ആരംഭിക്കാൻ. അങ്ങനെ ആരംഭിച്ചാൽ ജീവിതം ധന്യമായി തീരും. അതുകൊണ്ട് ഈ ക്യാമ്പിലെ ഒന്നാമത്തെ കാര്യം നിങ്ങളോട് പറയുക, പ്രാർത്ഥനയുള്ളവരായിരിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബൈബിൾ വായിക്കുക. ഞാൻ നേരത്തെ ചോദിച്ചുകൊണ്ട് ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്നില്ല, എങ്കിലും ഞാൻ പറയാം, ജീവിതത്തിൽ കർത്താവിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുവാ? വചനം വായിക്കുക. ബൈബിൾ വായിക്കുമ്പം ദൈവം നമ്മളോട് സംസാരിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാന്ന് പറയാമോ? ബൈബിളുണ്ട്, അല്ലാതെ എന്തൊക്കെയാ? പരിശുദ്ധാത്മാവിൽ സംസാരിക്കും. ഓക്കെ, കുറച്ചുകൂടെ പറഞ്ഞാൽ എങ്ങനെയൊക്കെ സംസാരിക്കാം? സിമ്പിളായിട്ട് പറഞ്ഞു, നിങ്ങൾ ഒത്തിരി ആലോചിക്കൊന്നും വേണ്ട. എങ്ങനെയൊക്കെ ദൈവത്തിന് സംസാരിക്കാം? ദർശനത്തിൽ കൂടെ സംസാരിക്കാം, പ്രവചനത്തിൽ കൂടെ സംസാരിക്കാം, എന്തോ വചനത്തിലൂടെ സംസാരിക്കാം. യിരെമ്യാവിനോട് കർത്താവ് പറയുന്നുണ്ട്, എങ്ങോട്ട് പോകാനാ? നീ കുശവന്റെ വീട്ടിലേക്ക് ചെല്ല്, അവിടെ ചെല്ലുമ്പോൾ ഞാൻ നിന്നോട് സംസാരിക്കാം. ചില ഇൻസിഡൻറ്റുകളിൽ കൂടെ, അല്ലേ? ചിലരുടെ ആക്സിഡൻറ്റിൽ കൂടെ സംസാരിച്ചു. അപകടം വന്നപ്പോഴാണ് കർത്താവിൻ്റെ ശബ്ദം ഞാൻ കേട്ടത്. കർത്താവ് നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നു, പക്ഷെ അപകടം വന്നപ്പോഴാണ് കേൾക്കാൻ മനസ്സ് വെച്ചത്. അത്രയേ ഉള്ളൂ. പല രീതിയിൽ സംസാരിക്കാം. എന്നാൽ സ്ഥിരമായിട്ട് നമ്മളോട് സംസാരിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനം. 1-2 വാക്യം ഒന്ന് വായിക്കാമോ? എന്തിനാണ് ഈ വചനം വായിക്കുന്നത്? 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. എന്തിനാണ് ഈ വചനം വായിക്കുന്നത്? അപ്പോൾ നമ്മൾ സംശയമാണ്, വചനം വായിച്ചില്ലല്ലോ എന്നാ? ആരോ എഴുതിയിട്ടുണ്ടായിരുന്നു, ഈ ബൈബിൾ വായിക്കാത്ത പാപമാണോ? ഒരു ചോദ്യമായിരുന്നു. ഓക്കെ, ഒന്ന് വായിച്ചേ. 1 പത്രോസ് 2:2. രക്ഷയ്ക്കായി വളരാൻ, നിങ്ങൾ ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ജോബിൻ പാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഫുഡ്? പാസ്റ്റർ ഒത്തിരി അറേഞ്ച് ചെയ്തു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതിന് വൈകിട്ടൊരു കാര്യം കൂടെ പറഞ്ഞു. എന്തുണ്ട്? ഗ്രിൽ ചിക്കൻ ഉണ്ട്. അപ്പോൾ അതുവരെ ഉറങ്ങിയ ആൾക്കാർക്ക് മുഖത്തൊക്കെ ഭയങ്കര സന്തോഷം. ഭൗതികമായ ആഹാരത്തിന് ഇത്രയും സന്തോഷിക്കുന്നെങ്കിൽ ഇവിടെ പറയുന്നു, ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് എന്ത് വേണം? ആഹാരം വേണം. അതേത് ആഹാരമാ? ദൈവവചനം എന്ന ആഹാരം. അത് ഭക്ഷിക്കാൻ നമ്മൾ പറയുന്നു, തേൻകട്ടയേക്കാൾ മധുരമുള്ളതാ. വായിച്ചാലും മതി വരാത്ത. രാവിലെ വായിച്ചാൽ, ഉച്ചയ്ക്ക് വായിച്ചാൽ, വൈകിട്ട് വായിച്ചാൽ. കർത്താവ് ഇനിയും എല്ലാം സംസാരിക്കാനുണ്ടോ? ഇന്ന് ഈ ചർച്ചകളിലൊക്കെ പോയി ഭയങ്കര രസമാണ്. ആരാധന കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ബൈബിൾ അവിടെ കാണും. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചയിലുള്ള ഒരു പുള്ളിക്കാരി 10 മണിയാകുമ്പോൾ വന്നപ്പോൾ ഞാൻ 4 ബൈബിൾ എടുത്തു കൊടുത്തു. കുറേ നാളായിട്ട് പല ബൈബിൾ ഓരോന്നും എടുത്തോണ്ടെങ്കിൽ പോരുവാ. 4 ബൈബിളായി എവിടെ ഇരിപ്പുണ്ട്. അന്ന് നമ്മൾ 4 കൂടെ അങ്ങ് കൊണ്ടുപോകണം പറഞ്ഞു. ഒരു ബൈബിളിന് വേണ്ടി കഷ്ടപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം പല വേർഷനിലുള്ള ഇഷ്ടം പോലെ ബൈബിളാണ്. ബൈബിൾ വായിക്കുന്നില്ല എന്നുള്ളതിൻ്റെ അടയാളമാണ് ചർച്ച കൊണ്ടുവന്ന് വെച്ചിട്ട് അറിയത്ത് പോലുമില്ല. വീട്ടിൽ ചെന്നിട്ട് അങ്ങനെ ബൈബിൾ ഉണ്ടോ? അടുത്ത ദിവസം വേറൊന്നും എടുത്തുകൊണ്ട് വരിക, അടുത്ത ദിവസം വേറൊന്നും എടുത്തുകൊണ്ട് വരിക. സ്വന്തമായിട്ട് ബൈബിളുള്ള എത്ര പേരുണ്ട്? സ്തോത്രം. അതിന് തന്നെ വലിയ സന്തോഷം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാധാരണ യാത്രയ്ക്ക് പോകുമ്പോൾ ഇത്രയും വലുത് ഞാൻ വിചാരിച്ചു, എന്തിനാ ഇത്രയും വലുത് കൊണ്ടുവന്നേ?
നമ്മൾ വിചാരിക്കുക ഇത്രയും വലുത് ചെറുത് വല്ലതും കൊണ്ടുപോകണം, അതിനൂടെ വല്ല സാധനം ഇങ്ങോട്ട് കൊണ്ടുവരാം. പക്ഷെ ഒരു സന്തോഷം, നമ്മൾ അടിവരൊക്കെ ഇട്ട് എഴുതിയ പുസ്തകം അല്ലാതെ മറ്റൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഇതൊന്ന് ധ്യാനിക്കാൻ, ഇത് ഭക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ അവിടെ നിന്നപ്പം ആ മോള എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് പ്രേരണ. ആ ഒരു എസക്കേൽ പ്രവചനത്തിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് എത്ര സന്തോഷം ഉണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം ഉണ്ടായി. ഒന്ന് ഇമാജിൻ ചെയ്തു, അവിടെ കിടക്കുന്ന അസ്ഥികളൊക്കെ എഴുന്നേറ്റ് നടക്കുക അല്ലേ. നിരാശയായിട്ടിരിക്കുമ്പം ബൈബിൾ വായിക്കും, ബൈബിളിനകത്ത് പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും ആ ദൈവത്തിൻ്റെ മേലിട്ടുകൊള്ളുവീൻ. ആകെ പ്രശ്നമാണ്, ചാടി എണീക്കും, കർത്താവേ എൻ്റെ പ്രശ്നം അങ്ങ് എടുത്തതിനായി സ്തോത്രം, ഞാൻ ഇന്ന് രാത്രി സ്വസ്ഥമായിട്ട് ഉറങ്ങുക. ഈ ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് ആരും കൂടെ വരണ്ട, യേശു കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ഈ വചനത്തെ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ആഗ്രഹത്തോടെ ഇവിടുന്ന് പോകുന്നതെങ്കിൽ നിങ്ങൾ ഇതുവരെ വന്നതുപോലെ ആയിരിക്കത്തില്ല നിങ്ങളുടെ ജീവിതം. നിങ്ങൾക്ക് ഒത്തിരി സംശയമുണ്ട്, പക്ഷേ വചനത്തിൻ്റെ മുമ്പിലേക്ക് ഇരിക്കുമ്പം ആത്മാവിൽ നിങ്ങളത് മനസ്സിലാക്കുന്നു. ദൈവം അതിൻ്റെ വെളിപ്പാടുകളെ തരുമ്പം നിങ്ങൾ പറയും, സ്തോത്രം കർത്താവ്, എന്നോട് സംസാരിച്ചതിനായ സ്തോത്രം, ഞാൻ ഒറ്റയ്ക്കല്ല, കർത്താവിൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ ആത്മീയ വളർച്ചയ്ക്ക് ഇതാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇബ്രാഹിം ലേഖനം 12 1 വാക്യം. ആ പാപം വിട്ടോടണമെങ്കിൽ എന്ത് വേണം? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ചും, ബൈബിളിൽ ഇപ്പം പുതിയ കാര്യം വരുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാഗ്രാം കാണാൻ പറ്റുമോ, ഫേസ്ബുക്ക് കാണാൻ പറ്റുമോ, നിങ്ങൾ ഇതൊക്കെ നോക്കാൻ ഇതിനൊറ്റ വാക്യം മതിയില്ലേ. പാപത്തെ വിട്ടോടണമെങ്കിൽ വചനം വായിക്കുമ്പോൾ വചനം എന്ത് ചെയ്യും? നമ്മളോട് സംസാരിക്കും. അല്ലെങ്കിൽ അടുത്ത ക്യാമ്പ് വരെ വെയിറ്റ് ചെയ്യണം. ഈവൻ നമ്മൾ സാധാരണ ഞായറാഴ്ച ആരാധനയ്ക്ക് ഇരിക്കുമ്പം നമ്മുടേതേ അല്ല പ്രസംഗമൊക്കെ മുതിർന്ന ആൾക്കാർ കിട്ടുന്നത് കൊണ്ട് രാവിലെ വന്ന് എല്ലാവരും കാണിക്കാൻ ഇച്ചിരി നേരം കൈയൊക്കെ അടിച്ചെങ്കിൽ ആ പാടിയൊക്കെ അവിടെ അങ്ങ് ഇരുന്ന്, പിന്നെ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു, പിന്നെ നമ്മളവിടെ അവിടെ നിന്ന് എന്തോ ഈ പ്ലെയിൻ ഉണ്ടാക്കുക, ചിത്രം വരയ്ക്കുക, ഫോണോ വല്ലതും കയ്യിലുണ്ടെങ്കിൽ അടുത്തൊരു ഇട എങ്ങനെയുണ്ട് നിങ്ങൾ അവിടുന്ന് ഗെയിം കളിക്കുക, മെസ്സേജ് അയക്കുക, എങ്ങനെയും നോക്കിക്കൊണ്ടിരിക്കുക, ഒരു മണിയായി തീരാ. അതേസമയം വചനത്തിൻ്റെ അകത്ത് ആഗ്രഹമുള്ളവനാണെങ്കിൽ, കർത്താവ് എനിക്ക് ഇന്ന് എന്തെങ്കിലും പുതിയൊരു കാര്യം കിട്ടണം, എന്നോട് കർത്താവ് സംസാരിക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം. മനസ്സിലായോ? പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് ഓടണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, വചനം വായിച്ചാൽ മതി. പാപവും ദൈവത്തിനും കൂടെ ചേർന്ന് പോകത്തില്ല. വചനം ഉള്ളിടത്തുനിന്ന് പാപം വിട്ടുപോകും. മറ്റൊരാളുടെ ഗൈഡൻസ് വേണ്ട. പരിശുദ്ധാത്മാവാകുന്ന ആ ഗൈഡൻസ് നമുക്കുള്ളിടത്തോളം കാലം ആർക്കും വഴിതെറ്റിക്കാൻ പറ്റത്തില്ല. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതും തോന്നും, പക്ഷെ വഴി കാണിക്കുന്ന ഒരു കർത്താവ്. ഇസ്രായേൽ മക്കൾക്ക് മേഘസ്തംഭവും അഗ്നിത്തൂണുമായിട്ട് പോയതുപോലെ തന്നെ മക്കളെ നിങ്ങൾക്ക് വേണ്ടി ദൈവം വഴി തുറക്കും. ഞാൻ ധൈര്യത്തോടെ നിൽക്കാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. ഇംഗ്ലീഷിൽ വലിയ പ്രാവീണ്യമൊന്നുമില്ല, പറഞ്ഞാൽ പോലും മനസ്സിലാകാൻ സാധ്യതയില്ലായിരുന്നു. പക്ഷെ പല സ്ഥലങ്ങളിൽ പോയി സംസാരിക്കാനുള്ള അവസരമൊക്കെ ദൈവം തന്നു. ഹൈദരാബാദിൽ പോയതിനു ശേഷം മീറ്റിങ്ങുകൾ ഒരുമിച്ച് സീനിയേഴ്സ് കൂടുമ്പം അതിൻ്റെ ആർക്കും മലയാളം അറിയത്തില്ല. അപ്പോൾ അവരെല്ലാം ഇംഗ്ലീഷ് സംസാരിക്കുമ്പം കർത്താവ് അതിനുള്ളതൊക്കെ. ഞാൻ ബൈബിൾ കോളേജ് പഠിച്ച MD പഠിച്ചത്, അതുകൊണ്ട് ഇംഗ്ലീഷ് തന്നെയാണ് പഠിച്ചത്. പക്ഷേ നമ്മൾ കേരളത്തിലുള്ളതുകൊണ്ട് പലപ്പോഴും പറയാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. നമ്മൾ ചെറിയ ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുക. ട്രാൻസ്ലേറ്റ് ചെയ്താൽ സന്തോഷമായിരിക്കും. ഞാൻ എൻ്റെ സ്വദേശം എടത്തുവായിൽ ആ സമയത്ത് എനിക്ക് എറണാകുളത്ത് മറ്റെവിടെയോ വന്ന ഒരു ദൈവദാസൻ്റെ ഒരു പ്രൊമോഷണൽ മീറ്റിംഗ് ഓരോ സ്ഥലങ്ങളിൽ നടക്കുക. അപ്പോൾ ആ എടത്തുവ ഭാഗത്ത് ഒരു മലയാളിയാണെങ്കിൽ അദ്ദേഹത്തിന് മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷേ അറിയത്തുള്ളൂ. അദ്ദേഹം പ്രസംഗിക്കാൻ വന്നു. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ തപ്പിപ്പിടിച്ച് എന്നോട് പറഞ്ഞു ട്രാൻസ്ലേറ്റ് ചെയ്യണം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞാനാണ്, പക്ഷേ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അകത്ത് പേടി, ദൈവം എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? പുള്ളി എന്നോട് പറഞ്ഞു ധൈര്യമായിട്ടിരിക്കേ, ഞാൻ വലിയ കട്ടിയുള്ളതൊന്നുമല്ല പറയുന്നത്, ട്രാൻസ്ലേറ്റ് ചെയ്തോളാൻ പറഞ്ഞു. എന്നാലും ശരി, പുള്ളിയുടെ കൂടെ നിൽക്കാമെന്ന് തീരുമാനിച്ചു. രണ്ടും കൽപ്പിച്ചു. നമ്മൾ തൊലിക്കെട്ടിയെന്ന് പറഞ്ഞ പോലെ സ്തോത്രം പറഞ്ഞ് നിന്നു. ഞാൻ നോക്കുമ്പോൾ ഈ പുള്ളി ഞാൻ നിൽക്കുന്നതുകൊണ്ട് നിൽക്കത്തില്ല, ഓട്ടമാണ്. ഇയാളെ പറയാൻ ഞാനും ഓടുക. എന്തായാലും പറഞ്ഞ് കാര്യങ്ങൾ ഒപ്പിച്ച് തീർത്തു. പക്ഷെ സന്തോഷം തോന്നിയത് ഒരു ചെറിയ പ്രാർത്ഥനയ്ക്ക് ദൈവം എന്ത് ചെയ്തു? മനുഷ്യൻ 4 വർഷത്തോളം ആന്ധ്രയിൽ പല സ്ഥലത്തും പോയി. ചെല്ലുമ്പം അന്ന് റീജിയണൽ സ്റ്റാഫാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് മലയാളം അറിയത്തില്ല, അവരെല്ലാം ആന്ധ്രക്കാരാണ്. മീറ്റിങ്ങും ആന്ധ്ര, ഭയങ്കര സന്തോഷമാണ്. കാരണം അവിടെ ഇംഗ്ലീഷ് ഒത്തിരി പേർക്ക് അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യാം, ധൈര്യമായിട്ട്
അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പുള്ളിയായിരിക്കും. എന്തായാലും ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം യു എസിൽ പോയ സമയത്ത് ഞാൻ പറഞ്ഞു, കർത്താവ് ഇങ്ങനെ ഇംഗ്ലീഷൊന്നും അധികം പറയാനുള്ളൊരു അവസരം ഉണ്ടാകല്ലേ. ഒരു ചർച്ച എന്നപ്പോൾ പറഞ്ഞു മലയാളം വർഷിപ്പ് ഉണ്ട്, അതിന് ശേഷം ഇംഗ്ലീഷും ഉണ്ട്. അപ്പോൾ ഞാൻ ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാനുണ്ടോ? അവതാരം പറഞ്ഞു സമയം കുറവ്, അതുകൊണ്ട് ട്രാൻസ്ലേഷൻ ഒന്നുമില്ല, ഇംഗ്ലീഷിൽ അങ്ങ് പ്രസംഗിച്ചാൽ മതി. കുറേ നേരം മൽപ്പിടുത്തം നടത്തി. പിന്നെ പറഞ്ഞു ഓക്കെ സ്വോത്രം, അവിടെ നിന്ന് സംസാരിക്കാം, നിങ്ങളുടെ വെല്ലുവിളിയോടെ പറയാം. നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കാൻ നിങ്ങൾ തയ്യാറായാൽ, ഭാഷയായിരിക്കാം മറ്റെന്തെങ്കിലും വരെ കർത്താവ് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി നടത്തുന്നൊരു കർത്താവുണ്ട്. ചെറിയ പ്രായത്തിൽ ഹൃദയത്തിൻ്റെ അകത്ത് വിശ്വാസം അങ്കുരിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന, വചനം വായിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടും. നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്ന വഴികളും വാതിലുകളും ഒരു മനുഷ്യനും അറിയത്തില്ല. ഈ ക്യാമ്പ് നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ക്യാമ്പായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ചിന്തിക്കുന്നതിനേക്കാൾ, സഭാജനങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി ചിലതൊക്കെ ചെയ്യാൻ സ്വർഗം പദ്ധതിയിട്ടിട്ടുണ്ട്. അതിനെ കഴിഞ്ഞ നാളുകൾ ആരൊക്കെ അടച്ചു കളഞ്ഞു, ആരൊക്കെയോ നെഗറ്റീവ് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറായാൽ സ്വർഗത്തിലെ ദൈവം വഴി തുറക്കാൻ തുടങ്ങും. സ്തോത്രം. നിങ്ങളുടെ സാഹചര്യങ്ങളോ നിങ്ങളുടെ മാതാപിതാക്കളുടെ വിദ്യാഭ്യാസ യോഗ്യതയോ നോക്കിയിട്ടൊന്നുമല്ല കർത്താവ് നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങൾ പുറപ്പെടാൻ തയ്യാറാണെങ്കിൽ സ്തോത്രം, നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന വാതിലുകൾ നിങ്ങൾ കണ്ട് ഭ്രമിക്കും. കർത്താവേ, ഞാനിതിന് യോഗ്യനാണോ? എങ്ങനെ കർത്താവ് ഞാനിത് ചെയ്തെടുക്കും? ശമന റികൽ ഖമന റീവൽ ഘടകശി. യേശുവിൻ്റെ നാമത്തിൽ എത്ര പേർക്ക് ഉറപ്പോട്ട് ഹല്ലേലൂയ പറയാൻ പറ്റും? അടുത്ത വർഷം ആർക്കെങ്കിലുമൊക്കെ സാക്ഷ്യം പറയാൻ ദൈവം അവസരം തന്നാൽ, ഇതിൻ്റെ മുമ്പിൽ ഓടി ഓടി സാക്ഷ്യം പറയുന്നവർ ഈ ക്യാമ്പിനകത്തുണ്ടെങ്കിൽ എന്ത് സന്തോഷമായിരിക്കും. ക്യാമ്പ് കഴിഞ്ഞ് പോയപ്പോൾ വലിയ പ്രതീക്ഷയൊന്നുമില്ല, പക്ഷെ ക്യാമ്പിൻ്റെ അകത്ത് വന്ന ചില തീരുമാനങ്ങൾ ഞാൻ എടുത്തു. ഒരു വർഷത്തിനുള്ളിൽ ദൈവം എന്നെ ട്രാൻസ്ഫോം ചെയ്തു. ഇന്ന് ഞാൻ ആരാണെന്ന് എനിക്ക് പോലും മനസ്സിലാകുന്നില്ല. ഞാൻ കർത്താവിൻ്റെ കരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു മാനപാത്രമാണ് എന്ന് പറഞ്ഞു തുടങ്ങാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഞാനതങ്ങ് കണ്ടോട്ടെ. ഞാനൊരു സ്വപ്നം കാണുക, നിങ്ങൾ അതുപോലെ ആയിത്തീരുന്നു. കാരണം എൻ്റെ ആഗ്രഹം ഒരു മിഷണറി ചർച്ച് ആയിരുന്നു. 2019 കോവിഡ് എന്നായിരുന്നു? 2019 അല്ലേ? 2020 19 ആയ സമയത്ത് കർത്താവിനോട് പറഞ്ഞു ICPF-ന്റെ പ്രവർത്തനം മാറണം. നവംബർ മാസം ആ ഒരു ചിന്ത അകത്ത് വന്നു. യാത്ര ചെയ്യുന്ന സമയത്ത് തീരുമാനമെടുത്ത് അടുത്ത 5 മാസം കഴിയുമ്പോൾ ഏകദേശം ഏപ്രിൽ മാസം 31-ാം തീയതി ICPF-ൽ നിന്ന് മാറണം. ഇങ്ങനെ പറഞ്ഞ എറണാകുളത്ത് ഒരു ചർച്ച ആരംഭിക്കണം. പ്രാർത്ഥിച്ചു, തീരുമാനത്തിൽ വന്നു. പക്ഷേ 2020 ജനുവരി തുടങ്ങിയപ്പോൾ കോവിഡ് ആരംഭിച്ചു. ഫെബ്രുവരി, മാർച്ച് കോവിഡ് ഇങ്ങനെ മൂർധന്യത്തിലേക്ക് വരിക. എനിക്ക് വേണമെങ്കിൽ 2 ഓപ്ഷൻ, ഒന്നുകിൽ ഇതിൽ തന്നെ തുടരാം അല്ലെങ്കിൽ മാറാം. പക്ഷെ കർത്താവ് പറഞ്ഞ വാക്ക് മാറാൻ പറഞ്ഞു. ഏപ്രിലായി. വിചാരിച്ചു അടുത്തൊരു വർഷം വെറുതെ ഇരിക്കേണ്ടി വന്നാലും തീരുമാനമാണ്. ഒത്തിരി സഭകളൊക്കെ പൂട്ടിയൊരു സമയമാണ്. ആ കോവിഡിൻ്റെ സെപ്റ്റംബർ മാസം 20-ാം തീയതി കോവിഡൊക്കെ മൂർധന്യം നിൽക്കുമ്പം തന്നെ പ്രവർത്തനം തുടങ്ങാൻ ദൈവം അവസരം നൽകി. അന്നത്തെ ഒറ്റ പ്രാർത്ഥന, കർത്താവേ, മിഷണറി ചർച്ചായിട്ട് വരുന്ന ആളുകൾ കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നവരായി തീരാൻ സഹായിക്കണം. വിവിധ ലാംഗ്വേജുകൾ ആരാധന നടത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. ഇന്ന് കൂടെ 4-5 ദൈവദാസന്മാർ. ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. ഇങ്ങനെ സംസാരിച്ച് വരുമ്പോഴേ കണക്ട് ചെയ്യും. ഇവർ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ളവരാണല്ലോ. എൻ്റെ അകം ഇങ്ങനെ തുടിക്കുമായിരിക്കും. കാരണം പറഞ്ഞു വരുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇവർക്ക് കർത്താവിന് വേണ്ടി നിൽക്കാൻ ദൈവമായിട്ട് ഒരുക്കി കൊണ്ടുവരുന്നതായിരിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇതിൻ്റെ അകത്ത് ഈ തിരിച്ച് ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോൾ ശക്തരായ സുവിശേഷ വേലക്കാരിൻ്റെ അകത്ത് എഴുന്നേൽക്കണം. ഈ കാലഘട്ടത്തിൽ ശബ്ദമായിട്ട് എഴുന്നേൽക്കണം. എന്തെങ്കിലും ചെയ്ത് ജീവിതം തീർക്കുന്നവരല്ല, ദൈവത്തിൻ്റെ ശബ്ദമായി തീരുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കാം. ഞാൻ വേഗം മുന്നോട്ട് പോകാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാമത്തെ വാക്യം. എന്തിനാണ് വചനം വായിക്കുന്നത്? പറഞ്ഞോ, വായിച്ചോ. ജോൺ 8:31. എന്തോ വായിച്ചോ? ആ ആ ആ ഓക്കെ. യഥാർത്ഥ ശിഷ്യനായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസികളെ ചേർക്കാനൊന്നുമല്ല കർത്താവ് വരുന്നതാണോ? കർത്താവ് ആഗ്രഹിക്കുന്ന ശിഷ്യന്മാരെയാണ്. ഇവിടെ ഇരിക്കുന്നവരെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. യഥാർത്ഥ ശിഷ്യനായിട്ട് തീരണമെങ്കിൽ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ചെല്ലാനിടയായിരുന്നു. ഞാൻ വേഗത്തിലെ വാക്യങ്ങൾ വായിച്ചങ്ങോടാം. റോമാലേഖനം 12:2.
ആ ലോകത്തിൻ്റെ ആ പാറ്റേണിനോട് അനുരൂപപ്പെടാതെ ജീവിക്കണമെങ്കിൽ ദൈവവചനം വായിക്കണം. ഈ സൈഡിൽ നിന്ന് മാത്രമേ ഈ ശബ്ദം കേൾക്കുന്നുള്ളൂ, ഇവിടുന്ന് ഒന്നും ആരും വായിച്ച് കേൾക്കുന്നില്ല. എല്ലാവരും ബൈബിളൊക്കെ എടുക്കുന്നുണ്ടോ? ഓക്കെ, എടുക്കുന്നവർ വായിക്കണം, ഈ സൈഡിൽ നിന്ന് വായിക്കണം. ഓക്കെ, ലോകത്തോട് അനുരൂപമാകാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ദൈവത്തിൻ്റെ വചനം വായിക്കണം. ഓക്കെ, ഇനിയും സങ്കീർത്തനം അത് ഇവിടുന്ന് വായിക്കണം. 119:11 വാക്യം, സാംസ് 119:11. പാപം ചെയ്യാതിരിക്കേണ്ടതിന് വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് പാപം ചെയ്യാതെ ജീവിക്കണമെങ്കിൽ ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഞാൻ സൺഡേ സ്കൂൾ പഠിക്കുന്നവരോട് ഞാൻ ചോദിച്ചോട്ടെ, ഒരു 100 വാക്യം 200 വാക്യമൊക്കെ അറിയുന്ന എത്ര പേരുണ്ട്? പുറകിലുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരു വർഷം എത്ര വാക്യം പഠിക്കും? ഓക്കെ, ഒരു 10 വർഷം കൊണ്ട് എത്ര വാക്യം പഠിക്കും? ഒരു വർഷം 10ാം ക്ലാസ് വരെ പഠിക്കുകയാണെങ്കിൽ ഒരു വർഷം എത്ര വാക്യം സാധാരണ പഠിക്കുന്നത്? എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 30 ആണോ 40 ആണോ? 35 32. ഓക്കെ, 32 വാക്യം ഒരു വർഷം പഠിക്കാനാണെങ്കിൽ 10 വർഷം കൊണ്ട് എത്ര വാക്യം പഠിക്കാം? 320. ഈ 320 വാക്യത്തിൻ്റെ അകത്ത് എത്ര വാക്യം നിങ്ങൾക്ക് അറിയാം? ഒരു 50 വാക്യം. അപ്പോൾ നമ്മൾ ആ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അന്നേരം പോയിട്ട് കൈയടി കിട്ടാൻ പഠിക്കുക. എന്നാൽ നിങ്ങൾ ഇനിയെങ്കിലും ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇനിയെങ്കിലും സൺഡേ സ്കൂൾ പഠിക്കുന്നവർ ഒരു വാക്യം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ സ്പെഷ്യൽ ബുക്ക് അതിനുവേണ്ടി മാറ്റുക, അതിൻ്റെ അകത്ത് എഴുതുക. അത് ജീവിതകാലത്ത് ഒരിക്കലും മറക്കാതെ വണ്ണം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുക. ഒരു വർഷം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ആ വാക്യം അതിനകത്ത് ഇരിക്കട്ടെ. അടുത്ത വർഷത്തെ വാക്യവും നിങ്ങൾ ആ ബുക്കിൽ തന്നെ എഴുതുക. അടുത്ത വർഷത്തെ വാക്യം അതിൻ്റെ അകത്ത് തന്നെ എഴുതുക. നിങ്ങൾ പഠിച്ച 100 200 വാക്യം ഒറ്റ ബുക്കിൽ വന്നാൽ നിങ്ങൾ ഇടയ്ക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ഈ വചനം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നമുക്ക് ഒറ്റ വചനമാണ് നമ്മളെ നിലനിർത്തുന്നതെങ്കിൽ, ഇത്രയും വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ യാത്ര എങ്ങനെയായിരിക്കും? രാവിലത്തെ ആ ഒരു സ്റ്റോറി പറഞ്ഞതുപോലെ 14 നീണ്ട വർഷം ആ സാമുവേൽ ഷൂ തുടച്ചുകൊണ്ട് ആരും അറിയാതിരുന്നു. അവന് പ്രസംഗം കേൾക്കാൻ വചനം വായിക്കും. ഇത് മാത്രമേ ഉള്ളൂ. 14 വർഷത്തിന് ശേഷം 5000 പേര് കൂടുന്ന ഒരു മീറ്റിങ്ങിലേക്ക് അയോഗ്യനായവനെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു കൊണ്ടുവന്ന് പ്രസംഗിച്ചപ്പോൾ അവന് പറയാൻ ഒത്തിരി എക്സ്പ്ലനേഷൻ ഇല്ല, സ്റ്റോറീസ് ഇല്ല. പക്ഷെ അവൻ പറഞ്ഞത് വചനം മാത്രമാണ്. ജനം നിലവിളിക്കാൻ തുടങ്ങി. മാനസാന്തരത്തിലേക്ക് വന്നതുപോലെ മക്കളെ, വേറൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ഓർമ്മശക്തി ഇതൊക്കെ കൂടാൻ, അതുവേണ്ടി മാത്രമല്ല നിങ്ങളെ വഴി നടത്താൻ, നിങ്ങളെ മാത്രമല്ല അനേകരെ വഴി നടത്താൻ ഈ വചനം ദൈവം നിങ്ങളെ തന്നിരിക്കുക. സത്യ സൺഡേ സ്കൂളിൻ്റെ പർപ്പസ് ഇതൊക്കെ ആണെങ്കിൽ ഇതിലൊന്നും എത്താതെ അവസാനം താലന്ത് പരിശോധനയ്ക്ക് അത് അടി ഉണ്ടാക്കി അങ്ങ് തീരുക. സൺഡേ സ്കൂൾ എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചാൽ അവസാനം താലന്ത് പരിശോധനയ്ക്ക്. അതിൻ്റെ വടംവലികൾ എന്തൊക്കെയാ? എനിക്ക് മാർക്ക് കിട്ടിയില്ല, അവനാ ജയിച്ചത്, ഇവളാ ജയിച്ചത്, പ്രസംഗത്തിൻ്റെ അകത്ത് മത്സരം. സത്യത്തിൽ മത്സരിക്കാനുള്ളതല്ല വചനം, ഒരു ഡിസിപ്ലിനായിട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണ്. ഓക്കെ, വേഗം അവിടെ ഒറ്റ ഒരു വാക്യം കൂടെ, യിരെമ്യാ പ്രവചനം 15-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഇന്നർ മാനിലുള്ള സന്തോഷം, അകത്തെ മനുഷ്യന് സന്തോഷിക്കുവാൻ ഈ വചനത്തിന് ഇടയായിത്തീരും. ഓക്കെ, അപ്പം ഞാൻ ഡിസിപ്ലിനാണ് പറഞ്ഞത്. ഡിസിപ്ലിൻ്റെ അകത്ത്, ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ്റെ അകത്ത് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഒന്ന് പ്രാർത്ഥനാ ജീവിതം, 2 വചനധ്യാനം. അതുപോലെ തന്നെ നിങ്ങളുടെ ടൈം മാനേജ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ്. ഒരിക്കലും നിങ്ങൾക്ക് വില കൊടുത്താൻ കിട്ടാത്ത ഒന്നാണ് സമയം എന്ന് പറയുന്നത്. സമയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ബക്കറ്റ് ഒരു പൈപ്പിൻ്റെ അടിയിൽ വെച്ചാൽ ചെറിയ ചെറിയ ഡ്രോപ്പ് വാട്ടർസ് ഇങ്ങനെ വീഴുന്ന കാണാം. ഒരു ദിവസം ഉച്ചയാകുമ്പോൾ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ആ ബക്കറ്റ് നിറയും. വീഴുന്നത് ചെറിയ തുള്ളികളാണ്. പക്ഷേ ബക്കറ്റ് 2 3 4 നിറഞ്ഞു കഴിയുമ്പോഴറിയൂ ഇത്രയൊക്കെ വെള്ളമാണോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളാരും മാസങ്ങളോ വർഷങ്ങളോ കളയാറില്ല, സെക്കൻഡുകളാണ് കളയുന്നത്. ആ സെക്കൻഡുകൾ ഒരുമിച്ച് വന്നാൽ വർഷങ്ങളായിട്ടത് മാറും. നിങ്ങൾക്ക് ലഭിച്ചത്, ഒരു സ്പിരിച്വലായിട്ടുള്ളൊരു വ്യക്തി ചെയ്യേണ്ടത് നഷ്ടപ്പെടാതെ വർഷങ്ങളെ സൂക്ഷിക്കുക. ഒരു വർഷത്തിൻ്റെ വില അറിയണമെങ്കിൽ 10ാം ക്ലാസ് തോറ്റോണ്ട് ചോദിക്കണം. അവൻ പറയും, അയ്യോ എൻ്റെ കൂടെ ഉള്ളവരെല്ലാം അപ്പുറത്തേക്ക് കിടന്നു. സെക്കൻഡിൻ്റെ വില അറിയണമെങ്കിൽ ആരോട് ചോദിക്കണം? ഓട്ടക്കാരനോട് ചോദിക്കണം. സെക്കൻഡുകൾക്കുള്ളിലാണ് മറ്റേ ആൾ മുമ്പിൽ കയറിയത്.
സെക്കൻഡിനും അതിൻ്റെ മൈന്യൂട്ടായിട്ട് സെക്കൻഡിനും വിലയുണ്ട്. ഇന്ന് ദൈവം തന്ന സമയത്തെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക. രാവിലെ എഴുന്നേൽക്കുന്ന ഒരു സമയം കൃത്യത, കിടക്കുന്ന ഒരു സമയം കൃത്യത. പാതിരായ്ക്ക് ഉറങ്ങുന്നവരാണ് കൂടുതൽ, 3 മണിക്കും 2 മണിക്കും ഒക്കെ. രാവിലെ എഴുന്നേക്കാൻ സമയമില്ല, സ്കൂളിൽ പോകുന്നത് കറക്റ്റ് അല്ല, തോന്നുന്ന പോലെ. ഒന്ന് ഡിസിപ്ലിൻ. സത്യത്തിൽ ഞാൻ പറയട്ടെ, ഒരു ദൈവപൈതൽ എന്ന് പറഞ്ഞാൽ ചർച്ചിൽ പോയി എല്ലാ ദിവസവും ആരാധിച്ച് പോരുന്നവരല്ല. അതുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഡിസിപ്ലിനായിട്ട് ആൾക്കാർ കാണണം. അതുകൊണ്ട് എല്ലാം പറയുന്നത്, എടാ ഞാൻ ചർച്ചിൽ പോകുന്നില്ലെന്നേ ഉള്ളൂ, ഞാൻ കുടിക്കുന്നില്ല, ഞാൻ കൃത്യമായിട്ട് നീയൊക്കെ എന്തോ ചെയ്യുന്നേ? നമുക്ക് പറയാൻ ഇതേ ഉള്ളൂ, ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ തോന്നിയ പോലെ അങ്ങ് ജീവിക്കുക. ഡിസിപ്ലിൻ ജീവിതത്തിൽ ഇല്ലാത്ത ഒരാളെ ഒരു ആത്മീനാന്ന് പറയാൻ പറ്റില്ല. ഡ്രസ് കോഡിൻ്റെ അകത്ത് ഡ്രസ്സുണ്ട്, വലിച്ചു വാരി ഇടുന്നതല്ല. സംസാര ശൈലിയുണ്ട്. ഞാൻ പെൺകുട്ടികൾ പ്രത്യേകിച്ച് പറയാം, സംസാരം ആൺകുട്ടികളെക്കാൾ എത്ര ശതമാനം കൂടുതലാണെന്നറിയാമോ? സ്ത്രീകളുടെ സംസാരം എത്രയാ? 3 ഇരട്ടിയാ. ചെറിയ പ്രായം മുതലേ അതൊന്ന് നിയന്ത്രിച്ച് പറയേണ്ടത് മാത്രം പറയാമെന്ന് പഠിക്കാമോ? ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഒത്തിരി കണ്ടങ്ങ് മടുത്തുകൊണ്ട് പറയുക. അപകടം പലപ്പോഴും സഹോദരന്മാർ പറഞ്ഞ ഒത്തിരി ദൈവം ഗുണത്തിന് വേണ്ടി തന്നെയാണ് തന്നത് 3 ഇരട്ടി. പക്ഷേ ആവശ്യമില്ലാത്തടത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതെ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിട്ടുള്ള ഒരു ഡിസിപ്ലിനായിട്ടുള്ള വാക്ക് പറയാമോ? നിങ്ങൾ തകർക്കത്തില്ല, പണിത് പുറത്തു കൊണ്ടുവരും. നിങ്ങളോടൊരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ മനസ്സ് തകർന്നവനാണെങ്കിൽ അവൻ ആ സംസാരം കഴിയുമ്പോൾ പറയും, എന്തോ ഒരു ശക്തി അവൾ സംസാരിച്ചപ്പോൾ, എൻ്റെ ആ സുഹൃത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ വാക്ക് എന്ത് പവർഫുള്ളാണ്. കളിയാക്കുന്ന സ്വഭാവം മാറ്റി വെക്കുക. ഒരു നല്ല പേഴ്സണാലിറ്റി വേണം. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തോളെങ്കിൽ ഡ്രസ്സ് ചെയ്യുന്നതാണോ? അവൾ നല്ല വെൽ ഡ്രസ്സായിട്ട് അവൾ വന്ന് പാട്ട് പാടി, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ക്യാരക്ടർ ഇമ്പോർട്ടൻ്റാണ്. സ്വഭാവം, ചർച്ചിലുള്ള ഒരു സ്വഭാവം, വെളിയിലൊരു സ്വഭാവം അല്ല. എവിടെ ചെല്ലുമ്പോഴും ചിരിച്ചുകൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? കളിയാക്കുന്നത് മാറ്റിവെച്ച്, പരിഹസിക്കുന്നത് മാറ്റിവെച്ച് ഒരു നല്ല ഡിസിപ്ലിൻ ലൈഫ് നയിക്കാൻ പറ്റുക എന്ത് മനോഹരമാണെന്നറിയോ? ആളുകൾ പറയും, ജീവിക്കുകയാണ് ഇങ്ങനെ ജീവിക്കണം. എന്ത് പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ ആരെങ്കിലുമൊക്കെ കാണും. അതാണോ കർത്താവ് ആഗ്രഹിക്കുന്നത്? ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ വീട്ടുകാർ പറഞ്ഞാൽ ഒരു സംഭവം പറയാം, ഞാൻ നന്നായിട്ട് അറിഞ്ഞൊരു സംഭവം. 2 പിള്ളേർ, 2 ആൺകുട്ടികളാണ്. നന്നായിട്ടൊക്കെ ചർച്ചിൽ വരും, പക്ഷെ വീട്ടിലെ പേരൻസുമായിട്ട് അത്ര നല്ല ഒരു സുഖത്തിലല്ല. ഇവന് ഫോൺ അഡിക്ഷനാണ്. അപ്പോൾ ഫോൺ എങ്ങനെയും മേടിക്കണം, പൈസ ഇല്ല. 10ാം ക്ലാസ്സിൽ 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്നതിന് പൈസ ഉണ്ടോ? അവൻ പൈസ കണ്ടെത്തി എങ്ങനെയാണെന്നറിയോ? അവനറിയാം അപ്പൻ്റെ കൈ തൊട്ടാൽ ഗൂഗിൾ പേ ഓണാവും. ബാക്കി എല്ലാ രീതിയിലും അപ്പൻ ഫോണൊക്കെ ലോക്ക് ചെയ്ത് വെച്ചു. അപ്പൻ ഉറങ്ങിയ സമയത്ത് ഫോൺ എടുത്തിട്ട് അപ്പൻ്റെ വിരൽ കൊണ്ട് ഓൺ ചെയ്തു. 38,000 രൂപ ഒരു ഫോൺ കടക്കാരൻ അയച്ചു കൊടുത്തു. നേരം വെളുത്തപ്പം ഫോണിൻ്റെ അകത്ത് ഗൂഗിൾ പേക്കകത്ത് 38,000 രൂപ പോയി. പുള്ളിക്ക് ആദ്യമായി പോയ സ്ഥലത്ത് വിളിച്ചു ചോദിച്ചു. അത് പറഞ്ഞു, നിങ്ങൾ അയച്ചു തന്നാ? ഞാൻ അയച്ചില്ല. അന്വേഷിച്ച് നോക്കുമ്പോൾ സ്വന്തം മോനെ അയച്ചതാണ്. എന്തിനാ? ഫോൺ മേടിക്കാൻ. എന്തൊരു ഡിസിപ്ലിൻ അതിൻ്റെ അകത്തല്ലേ? ഒരുത്തൻ ഇങ്ങനെ അയക്കുന്നു, ഒരുത്തൻ ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. ഒരു വീടിൻ്റെ അകത്ത് സ്ഥിതി നോക്കിക്കണം, വിശ്വാസ കുടുംബമാണ്. പിന്നെ ഒരു ദിവസം മഴ കൊണ്ടാക്കിയിട്ട് 500 രൂപ കുറച്ച് പൈസ തിരിച്ച് മേടിച്ചു. ഇവന് കിട്ടിയ പൈസക്കകത്തുനിന്ന് ക്ലാസ്സുള്ള ചിലർക്ക് ഇങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നു. ഡിസിപ്ലിൻ്റെ പ്രധാനപ്പെട്ട ഫിനാൻസ്. ഇച്ചിരി മുതിർന്ന ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, ഫിനാൻസ് മേഖലയിൽ ഡിസിപ്ലിൻ ഇല്ലാത്തവരാണ് ബന്ധക്കോസുകാർ കൂടുതലും. ചിലർ പറയും, അങ്ങനെ എനിക്ക് ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ പാടില്ല, കാരണം എനിക്ക് കൃത്യമായ വരുമാനമില്ല. ചില മാസങ്ങൾ കൂടുതൽ, ചില മാസങ്ങൾ കുറയും. കുഞ്ഞുങ്ങളോട് പറയാം, നിങ്ങളുടെ കൈ കിട്ടുന്ന പൈസ നിങ്ങൾ നിങ്ങൾക്ക് പേരൻസ് തരുക, 50 രൂപ തന്നോ 100 രൂപ തന്നോ ഒന്ന് നിങ്ങളുടെ നിക്ഷേപിക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ എത്ര രൂപ ചിലവാക്കുന്നു? മുട്ടായി മേടിക്കും, 1 രൂപയുടെ മുട്ടായി ആയിരിക്കാം. ചെറുതാണെങ്കിൽ നിങ്ങൾ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു മാസം ഞാൻ എന്തോളം ചിലവാക്കുന്നുണ്ട്. മുതിർന്നവരോട് പറയാം, ദയവായിട്ട് ഡിസിപ്ലിൻ പാലിക്കാത്തതുകൊണ്ട് നല്ലൊരു ശതമാനം ആൾക്കാർ കടക്കണിയില്ല. എല്ലാ ചർച്ച നിങ്ങൾ എടുത്തു നോക്കിയോ, ഭൂരിപക്ഷം ആൾക്കാരും കടം മേടിച്ച് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നും പ്രാർത്ഥന, 21 ദിവസം പ്രാർത്ഥിച്ച് മടുത്തു. മണ്ടത്തരം കാണിച്ചതിന് ദൈവം ചിലപ്പോൾ ഒരു ഗുണം ചെയ്യും. ആദ്യത്തെ കടം ദൈവം ഒരു വിധം വീട്ടാനുള്ള അവസരം തരും. അത് വീട്ടിൽ കഴിയുമ്പോഴേക്കും അടുത്ത കടം മേടിക്കും.
ഡിസിപ്ലിൻ ഫിനാൻസ് മേഖലയിൽ അത്യന്താപേക്ഷിതമാണ്. അതല്ലെങ്കിൽ കുടുംബം തകരാനിടയായിത്തീരും. എനിക്ക് 2-3 മിനിറ്റുകളിൽ പ്രാർത്ഥിക്കാൻ പോവാം. അതിന് മുമ്പ് ഒന്നുകൂടെ, സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഓൺലൈൻ പർച്ചേസിങ് അപകടമാണെന്ന് മനസ്സിലാക്കുക. ക്രെഡിറ്റ് കാർഡ് അപകടമാണെന്ന് മനസ്സിലാക്കുക. ശരിയായിട്ട് ഉപയോഗിക്കാൻ ഭൂരിപക്ഷം ആൾക്കും അറിയില്ല. സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ പോയാൽ ലിസ്റ്റ് ഇല്ലാതെ പോയാൽ, ലിസ്റ്റ് ഉണ്ടായാൽ തന്നെ തെറ്റിപ്പോവും. മക്കളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ പ്ലാൻ ഏകദേശം 1500 രൂപയ്ക്ക് സാധനം മേടിക്കാനാണ്. പക്ഷെ തിരിച്ചു വരുമ്പം ഒരു 5000 രൂപയ്ക്ക് സാധനം മേടിച്ചാലും വീട്ടിൽ ഒരു സാധനവും തികയത്തില്ല. എത്ര സിസ്റ്റമാറ്റിക്കായിട്ടാണെന്ന് അറിയാം ബിസിനസ് ലോൺ ചെയ്യുന്നത്. അരി സാധനമൊക്കെ ഏതെങ്കിലും മൂലയ്ക്ക് കാണും. പക്ഷേ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് കൈയെത്താവുന്ന സ്ഥലത്ത് എന്തുണ്ട്? മുട്ടായി, അവർക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനം, ഐസ്ക്രീം എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ ആവശ്യമില്ലാതെ വേണ്ടാന്ന് വെക്കാം. അതുപോലെ ഓൺലൈൻ പർച്ചേസിങ് ഭയങ്കര അപകടമാണ്. സ്പിരിച്വൽ ഡിസിപ്ലിൻ്റെ അകത്ത് ഫിനാൻസ് മേഖലയിൽ ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ട് കുടുംബം തകർന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതം ദൈവം തന്നതാ. കണക്ക് കൊടുക്കേണ്ടത് കർത്താവിനോടാ. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റാ പ്രാർത്ഥനാ ജീവിതം, വചനധ്യാനം, സമയം സൂക്ഷിക്കുന്നത്, ഫിനാൻസ് സൂക്ഷിക്കുന്നത്, ബന്ധങ്ങൾ കാത്തുകൊണ്ടുന്നത്. നാളെ പറ്റാൽ പേരൻസിനോടുള്ള റിലേഷനെ കുറിച്ച് ഞാൻ നാളത്തെ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു സെഷൻ്റെ അകത്ത് ഒന്നുകൂടെ പറയാം. മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിക്കും. ചിലർക്ക് പേരൻസിനോട് വലിയ ദേഷ്യമാണ്, ഇഷ്ടപ്പെടാറില്ല. അവരുടെ സ്വഭാവം എന്തുകൊണ്ടാണ്, എങ്ങനെ ചെയ്യണം, സ്നേഹിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ നാളെ പറയാം. ഒരു നിമിഷം എല്ലാവരും കണ്ണ് അടച്ചാട്ട്. എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിൻ്റെ അകത്ത് ഒരു കാര്യമായിരിക്കാം പരിശുദ്ധാത്മ നിങ്ങളോട് സംസാരിച്ചത്. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാട്ട് നിങ്ങളെല്ലാ ചിന്തകളും മാറ്റ്. ഇതിന് ശേഷം കഴിക്കാൻ പോകുന്ന ആഹാരവും ആ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വിട്ടിട്ട് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്ക്. കർത്താവേ, ഈ ക്ലാസ്സിൻ്റെ അകത്ത് ഞാൻ ഏത് തീരുമാനം എടുക്കേണ്ടത്? കർത്താവേ, അങ്ങ് എന്നോട് സംസാരിക്കുവാൻ ഈ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. ഞാൻ വരാൻ ആഗ്രഹിച്ചതല്ല, കർത്താവ് കൊണ്ടുവന്നതാ. ഇവിടെ ഇരിക്കുമ്പോഴും ഞാൻ അസ്വസ്ഥരാ. പക്ഷെ എന്നോട് ദൈവാത്മാവ് ശക്തമായി സംസാരിക്കാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തോട്ട് കീറി മുറിക്കുന്ന പോലെ ശബ്ദമായിട്ട് അങ്ങ് കടന്നു വരുന്നു. ഞാൻ വിശ്വസിക്കുന്നു എന്നെ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇതിനകത്ത് ഞാൻ ഹൃദയം തുറക്കുക. കർത്താവേ, ഞാനിപ്പം പോകുന്ന ലെവലിൽ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തൊരു ലെവലിലേക്ക് നിൽക്കുവാൻ എനിക്ക് കൃപ നൽകി തരണം. ഹല്ലേലൂയ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ദൈവകൃപയുള്ളൊരു തലമുറ ഇതിൻ്റെ അകത്ത് എഴുന്നേൽക്കട്ടെ. PMG ക്യാമ്പിനകത്ത് ക്യാമ്പ് വിട്ടു പോകുമ്പോൾ ക്യാമ്പിന് 1-ാം ദിവസവും 2-ാം ദിവസമൊക്കെ വന്ന് പലരുടെയും വഴക്ക് കേട്ടവരായിരിക്കാം. അവരെയൊക്കെ ഇൻഡിസിപ്ലിൻ ആണല്ലോ എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടായിരിക്കും. പക്ഷേ യേശു കർത്താവ് സ്നേഹിക്കുന്നത് കൊണ്ട് ഓരോ സെഷനിലൂടെയും പരിശുദ്ധാത്മ വ്യക്തമായി നിങ്ങളോട് സംസാരിക്കുക. ഇന്ന് രാത്രി പറ, കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഒരു തീരുമാനമെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് നിന്നാട്ടെ. എന്താണെന്നൊന്നും പറയണ്ട. നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഒരു തീരുമാനമെങ്കിലും ഏതെങ്കിലും വിഷയത്തിന് എടുക്കാൻ ആഗ്രഹിക്കുന്ന എഴുന്നേറ്റ് നിന്നാട്ടെ. സ്തോത്രം. ഒരു സമർപ്പണത്തിൻ്റെ ഭാഗമാണ്, ആരും കാണിക്കാനല്ല, ഒരു സമർപ്പണത്തിൻ്റെ ഭാഗമാണ്. കർത്താവേ, ഞാൻ ഒരു തീരുമാനം എടുത്ത് ആ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവവുമായി. ആടിയനീതാ, കരങ്ങൾ ഉയർത്തി, ആടിയനീതാ ദേവാ, ആടിയനീതാ ദേവാ, ആടിയനീതാ ദേവാ, ആടിയനീ. ഒരിക്കൽ കൂടെ കരങ്ങളെ ഉയർത്തി, ആടിയനീതാ ദേവാ, ആടിയനീതാ
സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹമേറിയ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നപ്പാ. ഇന്ന് രാത്രി ദൈവസേനയിൽ സമർപ്പിച്ച എല്ലാവരെയും തൃക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി അവരെടുത്ത തീരുമാനങ്ങൾ ജീവിതത്തിൽ കർത്താവെ അവസാനം വരെ കൊണ്ടു ചെല്ലുവാൻ ദൈവമിടയാക്കണം. ഇന്നത്തെ തീരുമാനം അവർ ജീവിതത്തിലെ പല മേഖലകളിലേക്കും അവരെ വഴിതിരിച്ച് ദൈവഹിതപ്രകാരം നടത്തുന്നതായി ദൈവം ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എൻ്റെ കയ്യിൽ കുറച്ച് ഒരു വർഷം ബൈബിൾ വായിക്കാനുള്ള ഒരു ഫോം കുറച്ചെണ്ണം ഉണ്ട്. ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തരാം. ഇത് വെച്ച് നിങ്ങൾക്ക് ഒരു വർഷം ബൈബിൾ പൂർണ്ണമായിട്ട് വായിക്കാൻ അല്ലെങ്കിൽ പുതിയ മാത്രം വായിക്കാനുള്ള അവസരമുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. നല്ലൊരു സെഷൻ നമുക്ക് ദൈവം നൽകിയതിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഏറ്റവും അവസാന നിമിഷത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനായി പോവുകയാണ്. അതിനായി നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ കണ്ണുകളെ മൂടി ആയിരിക്കുമ്പോൾ പ്രിയ പാസ്റ്റങ്ങൾ അനിൽകുമാർ പാസ്റ്റങ്ങളെ മുന്നോട്ട് പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനിപ്പിക്കാനായി ക്ഷണിച്ചോളൂ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ രാത്രികാലം ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ഈ രാത്രിയും ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കാൻ നമ്മെ എല്ലാവരും സഹായിച്ചല്ലോ. കേൾപ്പിക്കപ്പെട്ട എല്ലാ വിലപ്പെട്ട ആലോചന മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെന്നല്ല ദൈവമേ, അനുഗ്രഹമേറിയ രാത്രിവേളയ്ക്കായി നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് കർത്താവെ രാത്രികാലം കേൾപ്പിക്കപ്പെട്ട എല്ലാ വിലപ്പെട്ട ആലോചന മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, അവർ കർത്താവെ ഹല്ലേലൂയ വചനം പഠിച്ച് നിശ്ചയമുള്ളവരായി അനേക പ്രയോജനമായി തീരുവടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ഇന്ന് രാത്രികാലം സംസാരിച്ചതുപോലെ അവരുടെ കാലിന് ദീപമായി പാതയ്ക്ക് പ്രകാശമായി പോകുന്ന എല്ലാ വഴികളിലും ദൈവം സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു ഞങ്ങളെ പെൺകുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ, മാനിക്കണമേ. വേദപുസ്തകത്തിൽ വായിക്കുന്ന പോലെ സാമർഥ്യമുള്ള സ്ത്രീകളായി വളർന്നു വരുവാൻ ദൈവം ഇടയാക്കണം. അവരെ വിദ്യാഭ്യാസ മേഖലകളെ ദൈവം അനുഗ്രഹിക്കണമേ. അവരെ ഭാവികളെ ദൈവം അനുഗ്രഹിക്കണമേ. അവർ പോകുന്നിടത്തെല്ലാം ഹല്ലേലൂയ വലിയ വിജയം നേടുവാൻ ദൈവാത്മാവ് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ആൺകുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, പത്രോസിനെ പോലെ, യാക്കോബിനെ പോലെ, യോഹന്നാനെ പോലെ ഹല്ലേലൂയ ആമേ ദൈവ തേജസ്സുള്ള കാണുന്നവരായി ആമേ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വാതന്ത്ര്യ തേജസ് അവരെ കാണുവാൻ ദൈവം ഇടയാക്കണം. ഞങ്ങളെ കുഞ്ഞുങ്ങൾ ഒരിടത്തും പരാജയപ്പെട്ടു പോകല്ലേ. ഈ തലമുറകൾ PMG പ്രസ്ഥാനത്തിന് അനുഗ്രഹമാക്കി ദൈവം തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ആത്മീയ ഉണർവ് കർത്താവേ ഈ തലമുറയുടെ മേൽ ദൈവം കൽപ്പിക്കണമേ എന്ന് യേശുവിൻ നാമത്തിൽ നടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. തിരുവചനത്തിന്റെ സത്യങ്ങൾ മനസ്സിലാക്കി ആമേ അനേകയിടങ്ങളിൽ സഞ്ചരിപ്പടയാക്കണമേ. അങ്ങയുടെ വചനം കാലിന് ദീപമായി പാതയ്ക്ക് പ്രകാശമായി ഇരുവായത്തുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയുള്ള ആത്മാവിന്റെ ശക്തിയോടെ ഹല്ലേലൂയ അവർ കർത്താവെ അതിന്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിപ്പടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മേഖലകളിലും പരാജയപ്പെട്ടു ഇടയാകില്ലേ കർത്താവെ. ഇന്ന് രാത്രികാലം കർത്താവെ ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ അഭിഷേകത്തിനെ കരങ്ങളെടുത്തല്ലോ. അനേക ആയിരങ്ങളുടെ നടുവിൽ ഇനി നടത്തണമേ. അനേക യുവാക്കളെ യുവതികളെ ദൈവത്തിലേക്ക് നയിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ ദാസനെ സഹായിക്കണം, കുടുംബമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കണമേ. അധ്യക്ഷ അലങ്കരിക്കുന്ന പ്രിയ കർത്താവെ അല്ലെ ജോണിനായി പ്രാർത്ഥിക്കുന്നേ. ദൈവദാ പൈതലിനെ അനുഗ്രഹിച്ചോളണമേ, മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ സംഘാടകരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തലവണക്കിരിക്കുന്ന എല്ലാ ഹല്ലേലൂയ കുഞ്ഞുങ്ങൾക്കായി ആമേ, മാതാപിതാക്കൾക്കായി, ദൈവദാസന്മാർക്കായി ആമേ, എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രികാലം ഞങ്ങളെ കൃപയോടെ കാത്തുപരിപാലിക്കണം. തുടർന്ന് എല്ലാ സെഷനിലുമേലും ദൈവസാന്നിധ്യം കൂടെ ഇരിക്കണമേ അപ്പാ. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ പരിപാലകനെ, അങ്ങ് മയങ്ങാതെ ഉറങ്ങാതെ ഞങ്ങളെ പരിപാലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സകല മാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം, മാനിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.